മറ്റൊരു പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മൾ യൂഷ്വലി നമ്മുടെ ഈ 2 കരകളായിട്ടാണ് തിരിക്കാറുള്ളത്. പക്ഷെ ഇന്ന് ആ കര മാറി നമ്മൾ കാടിലേക്ക് ഇറങ്ങാൻ പോവാണ്. 2 കാടുകളായിരിക്കും ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്, തെക്കേക്കാടും വടക്കേക്കാടും. അപ്പൊ എന്തായാലും ചേച്ചി ഇതൊക്കെ പറയാനുള്ള റീസൺ, ഈ കാടിന്റെ കാര്യം പറയാനുള്ള റീസൺ, ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ നാട്ടുകൂട്ടമായിട്ട് എത്തിയിരിക്കുന്നത് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസേഴ്സും ഉണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ സർപ്പ ടീമിലെ വോളണ്ടിയേഴ്സും ഉണ്ട്. സർപ്പ ടീമിനെ കുറിച്ച് ആദ്യം പറയാം, കാരണം അവരൊരു സംഘമായിട്ട് ഇവിടെ വന്നു നമുക്ക് തന്ന ഇൻഫർമേഷൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം വളരെയധികം യൂസ്ഫുൾ ആണ്, വൈറലും ആണ്. അപ്പൊ ഇന്ന് ഈ കാടുമായിട്ട് ചേർന്നിരിക്കുന്ന ഇവരുമായിട്ട് കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം, പാമ്പുകളെ പറ്റി ചോദിക്കാം, കാട്ടിലെ ഈ പറഞ്ഞ പോത്തിനെ പറ്റി മന്തിയെ പറ്റിയൊക്കെ നമുക്ക് എങ്ങനെ വെടിവെക്കാം എന്നുള്ളതും ഇന്ന് നമുക്ക് ചർച്ചാ വിഷയമാക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ചർച്ചയിലേക്ക് പോവാം. നമുക്ക് ഈ പാമ്പുകടി ഏറ്റു കഴിഞ്ഞാലേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ധനസഹായം ഉണ്ട് എന്നുള്ളൊരു ന്യൂസ് ഇങ്ങനെ കേട്ടിരുന്നു. അത് എന്താണ്, ശരിക്കും ഉള്ളതാണോ? അതിന്റെ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങള്? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ധനസഹായം നൽകുന്നുണ്ട്. നമുക്ക് പാമ്പ് കടിയേറ്റ് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ വരെയും നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചികിത്സാ സഹായമായിട്ട് 2 ലക്ഷം രൂപ വരെയും നൽകുന്നുണ്ട്. അല്ല, ഇപ്പൊ ഒരുപാട് പേരെ ഇങ്ങനെ പാമ്പ് കടിക്കുന്നുണ്ടല്ലോ, ഇപ്പൊ പത്രത്തിലും ടി വിയിലൊക്കെ ന്യൂസ്. അപ്പൊ ഇത് എല്ലാവരും ഇതിന് അർഹരാണ്? അതെ, അർഹരാണ്. അത് അർഹരാകണമെങ്കിൽ നമ്മൾ അക്ഷയ വഴി ഇത് അപേക്ഷ കൊടുക്കണം. അവിടെ ഇപ്പൊ എന്തൊക്കെ ഡോക്യുമെന്റ് കൊണ്ടുവേണ്ടി വരും? ഇങ്ങനെ ഇപ്പൊ ഒരു അപകടം പറ്റിയിട്ടുള്ള ഒരാളോ അവരുടെ ഫാമിലിയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ അത് നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമല്ലോ. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം, അതായത് അപകടം സംഭവിച്ച് ട്രീറ്റ്മെന്റിന് ശേഷം ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് സമ്മറി കിട്ടും. അതും ആ ബില്ലുകളും നമ്മൾ സൂക്ഷിച്ചു വെക്കുക. അതോടൊപ്പം ഈ കടിയേറ്റ ആളോ അയാളുടെ പാരന്റ്സോ അല്ലെങ്കിൽ ആശ്രിതരോ ഈ അവരുടെ ആധാർ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ് ഇതെല്ലാം കൊണ്ട് അക്ഷയയിൽ ചെന്ന് അക്ഷയയിൽ നമുക്ക് അത് അപേക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് ഈ സ്ഥലത്ത് വന്ന് അന്വേഷിച്ച് അതിൻ്റെ ഡീറ്റെയിൽ കളക്ട് ചെയ്തിട്ട് അത് വീണ്ടും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് അത് ഫോർവേഡ് ചെയ്യും. സാറ് അത് പരിശോധിച്ചിട്ട് അത് അപ്രൂവലാക്കും. പിന്നെ ട്രഷറിയിലെ പൈസയുടെ അവൈലബിലിറ്റി അനുസരിച്ച് അക്കൗണ്ടിലേക്ക് കൈമാറും. ഓക്കെ, അപ്പൊ ഈ ധനസഹായം കൊടുക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണോ? ആദ്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഈ അടുത്ത കാലത്ത് അത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് ഇപ്പൊ ഫണ്ട് കൈമാറുന്നത്. ഇതിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഇതിനൊരു ധനസഹായം ഉണ്ടെന്നുള്ള വാർത്ത, ഈ ഒരു ഇൻഫർമേഷൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ കേൾക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഷോയിലൂടെ ആയിരിക്കും ഈ ഒരു വാർത്ത പുറത്തു പോകുന്നത്. ഇത് പലർക്കും അറിയില്ല. നമ്മൾ പാമ്പ് കടിയേക്കുന്നു, മരണപ്പെടുന്നു, അല്ലെങ്കിൽ ആശുപത്രിയിലാവുന്നു എന്നുള്ളതല്ലാതെ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ധനസഹായം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആക്ച്വലി അർഹരാണ്. അതെ, അർഹരാണ് എന്നുള്ളത്. താങ്ക് യു. ഞാൻ വേറൊരു ഡൗട്ട് എനിക്ക് ചോദിക്കാനുണ്ട്. അത് ഈ പാമ്പ് പോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് നാട്ടുകാർക്ക്, നമുക്കൊന്നും ഉണ്ടാവില്ല. ചില സ്ഥലങ്ങളിൽ ഈ കാട്ടുപന്നിയുടെ ശല്യം ഭീകരമാണ്. ഉണ്ട്. ഇതുമൂലം കുറെ മനുഷ്യരുടെ ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ നഷ്ടപരിഹാരം കിട്ടണമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു ബിസിനസ് മോഡും കൂടി ആലോചിച്ചിട്ടാണ്. ഈ വെടിവെച്ച് കൊല്ലാനുള്ള സാങ്ഷൻ ഉണ്ട് ശരിക്കും കാട്ടുപന്നിയെ. വെടിവെച്ച് കൊന്നതിന് ശേഷം സാധാരണ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ചത്തുപോയ കാട്ടുപന്നിയുടെ ഫ്ലഷ് നിങ്ങൾക്കാണെങ്കിലും അത് വിൽക്കപ്പെടാനുള്ളൊരു സാഹചര്യം ഉണ്ടോ ബേസിക്കലി നിങ്ങൾക്ക്? കാട്ടുപന്നി എന്ന് പറയുന്നത് ശരിക്കും ഷെഡ്യൂൾഡ് 2 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം സംരക്ഷണം അറിയിക്കുന്ന ഒരു ജീവിയാണ്. അപ്പം ഇത്തരം പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരള ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ സ്പെഷ്യൽ അധികാരം ഉപയോഗിച്ച് നമുക്ക് ആ ഒരു പന്നീനെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുണ്ട്. അതോടൊപ്പം ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ഓണററി വൈൽഡ് ലൈഫ് വാർഡനാക്കി നിയമിച്ചേക്കാണ്. അപ്പം അദ്ദേഹത്തിനും ഈ ഒരു കാര്യത്തിൽ ഉത്തരവിടാം. ഇതിനെ ഒരു ഉന്മൂലനം ചെയ്യുക, ഒരു കാർഷിക ഇതിന് പ്രശ്നമാകുന്ന ഒരു പന്നീനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ നിയമം അനുവദിക്കുന്നതുള്ളൂ. അതിനെ കൊന്ന് കഴിക്കാനുള്ളത് നമ്മുടെ നിയമത്തിൽ അനുവദനീയമായിട്ടൊരു കാര്യമല്ല. മാത്രമല്ല ഇന്നിപ്പം നമ്മുടെ ഒരു സിറ്റുവേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു കോവിഡിൻ്റെ ഒക്കെ അതായത് ഒരു ജന്തുജന്യ രോഗങ്ങളുടെ ഒരു വ്യാപനത്തിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞിരിക്കുന്നതാണ്. നമുക്ക് നിപ്പ ഉണ്ട്, കെസനൂർ ഫോറസ്റ്റ് ഡിസീസ് ഉണ്ട്, മറ്റ് ജന്തുജന്യ, ഇപ്പോൾ എയ്ഡ്സ് നോക്കിയാലും ഇബോള നോക്കിയാലും സാഴ്സ്, മെഴ്സ്, ഇതെല്ലാം ജന്തുജന്യ രോഗങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഈ ബുഷ് മീറ്റുകളോ ഇത്തരം വന്യജീവികൾ ആഹാരമാക്കുന്ന സമയത്ത്, അതിനെ പാകം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളിലേക്ക് വന്ന് ഈ ലോകം മുഴുവൻ നമുക്ക് ഡിവാസ്റ്റേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വീണ്ടും വരാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷണറി ആക്ഷനും കൂടിയാണ് ഈ പന്നീനെ, അല്ലെങ്കിൽ ഏതൊരു വന്യജീവി ആണെങ്കിൽ പോലും അതിനെ ആഹാരമാക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പറയുമ്പോ എല്ലാരും തമാശക്കൊക്കെ പറയും അല്ലേ,
അത് നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് കുറെ നാളായിട്ടുള്ളൊരു സംശയമാണ്. കാര്യം ന്യൂസിൽ കാണാറുണ്ട് കാട്ടാന ചരിഞ്ഞു, നാട്ടിലെ ആന ചരിഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇതിന്റെ ഇവര് ചരിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ആന ചരിഞ്ഞു കഴിഞ്ഞാൽ ഇത് അടക്കം ചെയ്യുന്നതിന് മുന്നേ ഇതിന്റെ കൊമ്പ് മുറിച്ചെടുക്കാറുണ്ട് ഇല്ലേ? ഈ മുറിച്ചെടുത്ത കൊമ്പ് പിന്നെന്താ ചെയ്യുന്നത്? പിന്നെന്താ അതിന്റെ ഒരു പ്രോസസ്സ്? മുറിച്ചെടുത്ത കൊമ്പ് ഇപ്പം മലയാറ്റൂർ ഡിവിഷനിൽ ഏതെങ്കിലും കാരണവശാൽ അപകടത്തിലോ ഇതിൽ ചെരിയുന്ന ആനകളുടെ കൊമ്പുകൾ നമ്മൾ ഡിവിഷൻ ഓഫീസിൽ ഒരു സ്ട്രോങ് റൂം ഉണ്ട്, അതിനകത്ത് സീൽ ചെയ്ത് സൂക്ഷിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അത് എന്തെങ്കിലും പ്രോസസ്സിലോട്ട് പോകും? മുഴുവൻ കാലവും അങ്ങനെ തന്നെ ഇരിക്കുമോ? മുഴുവൻ കാലം അങ്ങനെ ഇരിക്കും. പിന്നെ ഒരു പരിധിയൊക്കെ കഴിഞ്ഞാൽ അത് നശിപ്പിച്ച് കളയുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇല്ല, ഒരു രീതിയിലും യാതൊരു രീതിയിലും ഇത്തരം വന്യജീവികളുടെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റിന് ഒരു മൂല്യവും വനംവകുപ്പ് കൽപ്പിക്കുന്നില്ല. അതിന്റെ ഒരു സന്ദേശം കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും രീതിയിൽ അത് ലേലം ചെയ്ത് അതിന് വേറൊരു സൈഡിൽ ഒരു മൂല്യം കണക്കാക്കുക. അത് ചിലപ്പോൾ ഒരു ഹണ്ടിങ് സാധ്യതകളിലേക്കൊക്കെ ആളുകളെ നയിച്ചെന്നും വരാം. അപ്പം നമ്മൾ അതിന് യാതൊരുവിധ മൂല്യം, നമ്മുടെ പല്ല് പോലെ തന്നെ ഒരു സാധനം തന്നെയാണ് അതും. അതിന് വിലയെ നമ്മൾ കൽപ്പിച്ചിട്ടുള്ളൂ. അതും നല്ലൊരു ഇൻഫോർമേറ്റീവ്. 3 കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയത് അല്ലേ? അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എപ്പിസോഡിൽ നമ്മൾ തുടക്കം തന്നെ ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് പാസ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഇനി ഞങ്ങൾ തിരിച്ച് നിങ്ങൾക്ക് കുറെ ചിരിക്കാനുള്ള കൗണ്ടേഴ്സ് തരാം. ആദ്യം തന്നെ നമ്മുടെ ഫാമിലി സ്കിറ്റ് ആണ്. നമ്മുടെ സൈഡിൽ നിന്ന് നമുക്കിവിടെ ഒരു ആനയെ പരിചയപ്പെടുത്താനുണ്ട്. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ നമ്മുടെ സ്വന്തം അമ്പിളിക്കുട്ടൻ. അമ്പിളിക്കുട്ടനെ സ്വാഗതം ചെയ്യാം. വെടിപ്പ് തന്നെ. ആയിരക്കണക്കിന് MLA-മാരുടെ പാദസ്പർശം പതിഞ്ഞ നിയമസഭയെ നിനക്കെന്റെ വന്ദനം. ഒരു ടൈൽസ് പണിക്കാരനായതുകൊണ്ട് ആ പണി ചെയ്യാനെങ്കിലും ഇവിടെ വരാൻ പറ്റില്ല. ദൈവമേ ഭാഗ്യം. എടാ അമ്പിളിക്കുട്ടാ, ഇവിടെ പ്ലാഞ്ചി നിൽക്കാണ്. ഇത് നിയമസഭയാണ്, നിനക്ക് എൻട്രി മ്യൂസിക് ഇവിടെ ആരുമില്ല. കാര്യവാ അയ്യോ, എന്താണെന്ന് മനസ്സിലായ? നഗരസഭ. നഗരസഭ അതിന്റെ കൗണ്ടർ വല്ലതും ഉണ്ടോ? ഇല്ലല്ല. അപ്പൊ നിയമസഭ എന്ന് പറഞ്ഞാ മതി. അങ്ങനെ പറയാം. എവിടെ? ഇതാണ് ഇവിടുത്തെ പണി. 3-4 ടൈൽസ് ഇടാനുണ്ട്. അപ്പൊ അത്യാവശ്യം പോയിട്ട് ഈ സിമന്റും കാര്യങ്ങളെല്ലാം ഒന്ന് കൂട്ടിക്കൊണ്ട് വാ. പണിയാണ് ഇവിടെ കാണാൻ. പിന്നെ ഇവിടെ ചിത്രപ്പണികൾ കണ്ടാടേ. ചിത്രപ്പണിയൊന്നും അല്ലത്. മന്ത്രിമാര് തങ്ങളെ അടികൂടിയിട്ട് ദേശത്തിന് തള്ളിപ്പറിക്കുന്നതാണ് അവിടെ. നമുക്കൊരു കാര്യം ചെയ്യാം, പെയിന്റിംഗ് പണി അവിടെ നിന്ന് പിടിച്ചാലാ? പെയിന്റിംഗ് പണി പിടിക്കാം. വൃത്തിയായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ പണി കിട്ടും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏത് പെയിന്റ് എടുത്താൽ കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യും? നല്ല പെയിന്റ് എടുക്കണം. മലേഷ്യൻ പെയിന്റ് ലാസ്റ്റ് ചെയ്യോ? അതറിഞ്ഞൂടാ. അത് കൊണ്ടുവന്ന വെള്ള ബക്കറ്റ് 15 വർഷം കൊണ്ടിട്ട് കക്കൂസ് ഇരിപ്പുണ്ട്. അത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ആണല്ലേ? പിന്നെ ആ പെയിന്റ് എടുക്കാം. വരാൻ താമസിച്ച് എന്താണ്? അതെന്തോന്നു? ഗ്യാസ് കയറിയത്. എടാ, ആഹാരം കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറും. ഗ്യാസ് ഇല്ലാത്തവനാണ് ആഹാരം കഴിക്കാത്തത്. എന്റെ വീട്ടിൽ ഇത് തന്നെ അവസ്ഥ. ഗ്യാസും ഇല്ല, മണ്ണെണ്ണയും ഇല്ല. മണ്ണെണ്ണയില്ലേ? വീട്ടിൽ എണ്ണയുണ്ടാ? എണ്ണയുണ്ട്. എടുത്ത് മണ്ണിൽ ഒഴിച്ചാ പോരെ, മണ്ണെണ്ണയായി. അമ്പിളിക്കുട്ട, ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്ന മാതൃകയാണ് അമ്പിളിക്കുട്ടൻ. എന്താന്ന് പറയും? ഒരിക്കലും ആ കഴുതയെ പോലെ ആവല്ലത്. അണിയാനും അറിയത്തില്ല. നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാടാ? ഇത്രയും പ്രായം ആയില്ലടാ, പ്രായം കൂടി വരെയല്ലേ. നീ ഒരു കാര്യം, ഒരു കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചാൽ പ്രായം കുറയൂ? എടാ, കല്യാണം കഴിച്ചാൽ നിനക്ക് ഉത്തരവാദിത്ത ബോധമൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് 3 കല്യാണം കഴിക്കണം. അതിന് 3 ഈ കുട്ടികളില്ലാതെ പൂട്ടാൻ പോകുന്ന അംഗൻവാടികൾക്ക് എന്റെ വകയൊരു കൈസഹായം. ഇഷ്ടം തന്നെ. പണിക്കേക്കാണ്. പിന്നെ വിളി. ആരെണ്ണ? ഭാര്യ. ഇതെങ്ങനെ പാട്ടിട്ടേക്കുന്നത്? ആര് വിളിച്ചാലും അവർക്ക് പറ്റിയ റിംഗ്ടൂണാണ് ഇട്ടേക്കുന്നത്. എനിക്ക് അതാണ് ഇട്ടേക്കുന്നത്. മരം ചാടി നടന്നൊരു കുരങ്ങച്ചൻ മനുഷ്യന്റെ കുപ്പായമണിഞ്ഞു. നല്ല പാട്ട്. നല്ല പാട്ടെന്നെ. കിഴങ്ങ് ബുദ്ധി തന്നെയാ നിനക്ക്. അമ്പിളിക്കുട്ടാ, പിന്നെ സംഭവം ഇന്നലെ ചെറിയൊരു വിഷയം ഉണ്ടായി. ഞാനും ഭാര്യയും തമ്മിൽ വൈകുന്നേരം TV കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാനും ഭാര്യയും കൂടെ ഒരു ചെറിയ ഗെയിം കളിച്ചു. അപ്പൊ അവളും TV കണ്ടോണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ശരി, അഥവാ വീണ്ടും നിനക്ക് കല്യാണം കഴിക്കാൻ ഒരു അവസരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ആരെ കല്യാണം കഴിക്കാനാണ് ആഗ്രഹം? ഞാൻ വിചാരിച്ച എന്റെ പേര് പറയുന്നു. ദുൽഖർ, ഹൃത്തിക് റോഷൻ, ഷാറൂഖ് ഖാൻ, പിന്നെ സൂര്യ, വിജയ്, ഇങ്ങനെയൊക്കെ പറഞ്ഞോടാ. അവള് ചോദിച്ചു, ചേട്ടൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചേട്ടൻ ആരെ കെട്ടണമെന്ന്. ഞാൻ പറഞ്ഞു, നിന്റെ കൂട്ടുകാരി മീൻ വിൽക്കണ ചേച്ചി ബിവറേജിൽ വില്ലടിക്കണ പെണ്ണ്. എന്നിട്ട് നമ്മൾ രാവിലെ പണ്ട് പല്ലിയൊക്കെ ഇറങ്ങുമ്പോൾ ഈർക്കിൽ ഇങ്ങനെ ചെവി വെക്കൂലേ, അതേപോലെ ടിവിയുടെ പിക്ചർ ട്യൂബിന്റെ കാര്യം നിന്നാണ് കിട്ടിയത്. അത് സോൾവ് വേണ്ടിയാണ് വിളിച്ചത്. അത് കുഴപ്പമില്ല. പിന്നെ ഈ ടൈലൊക്കെ
അതൊക്കെ ഒന്ന് നോക്കണേ. ഓ ഓ പിന്നെ ആ നമുക്ക് ഇവിടെ നിന്ന് നേരത്തെ പോവേണ്ടതാണ്. ഓ ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് ആഹാരം കൊണ്ടുവന്നിട്ടില്ല. ആഹാരം ബാക്കി കൊണ്ടുവന്നില്ലേ? ജോലികള് ആഹാരം കൊണ്ടുവന്നില്ലടാ, ഗ്യാസ് ഇല്ലാത്തോണ്ടേ. ആ നീ ഇടയ്ക്ക് എന്റെ വീട്ടിലോട്ട് ഇറങ്ങാത്ര അമ്പളിക്കുട്ടാ. അണ്ണാ അണ്ണൻ എന്റെ കാര്യമൊക്കെ അറിയാല്ലേ. ആ. എന്നെ ആരും വീട്ടിലൊന്നും കയറ്റൂല. ഞാൻ എവിടെ ചെന്നാലും പറയും ഞാൻ ശല്യം ശല്യം ശല്യം. അമ്പിളിക്കുട്ടൻ കൊള്ളരാത്തവനാണ് അണ്ണ. അമ്പിളിക്കുട്ടൻ കൊള്ളരാത്തവനാണ് അണ്ണ. അമ്പളിക്കുട്ട അങ്ങനെ പറയാടോ, എന്നെ കൂടെ വിശ്വസിക്കാതെ. 10-12 വർഷത്തെ പരിചയമില്ല എനിക്ക്. ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എന്റെ അമ്പളിക്കൂട്ടം കൊള്ളരുതാത്തവനല്ല, പക്കാ ഫ്രോഡ്. അണി കഴിയാൻ അറിഞ്ഞടാ, ഒരു കാര്യം ചെയ്യത്തില്ല. അതിന് അളവെടുക്കണം കേട്ടാ ആ. എല്ലാം. പിന്നെ ആ. എന്തായാലും ഇലക്ഷന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാലേ ഇവിടെ മൊത്തം മന്ത്രിമാരെ കൊണ്ടങ്ങ് നിറയും. ആ, ഞാൻ ഇപ്രാവശ്യം വോട്ടിടാനൊന്നും പോയില്ല. അതെന്ത് വോട്ടിടാൻ പോവാത്ത? എന്റെ പാർട്ടി ഇല്ലായിരുന്നു. നിനക്ക് പാർട്ടി ഉണ്ടാ? എനിക്ക് പാർട്ടിയുണ്ട്. അതേത് പാർട്ടി? എല്ലാരും പറയൂല്ലോ എന്നെ കാണുമ്പോ എന്തോന്ന്? നീ ബെസ്റ്റ് പാർട്ടി തന്നെ. എന്തെങ്കിലും ജോലി ചെയ്തെങ്കിലും ജീവിക്കണ്ടടാ. മനുഷ്യന് അല്പം കോമൺ സെൻസ്, ബുദ്ധിയൊക്കെ വേണം. ബുദ്ധിയൊക്കെ ഉണ്ട്. ആ, ബുദ്ധിയൊക്കെ ഉണ്ട് നിനക്ക്, ബുദ്ധിയുണ്ട് നിനക്ക്. ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യരുത് കേട്ടാ. പിന്നെ ആ. ഇതിന്റെ അളവെടുക്കേണ്ട സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? പണിസാധനം കൊണ്ടാ? എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടല്ലോ. ആ. ഞാൻ ഉച്ചയ്ക്ക് ആഹാരം കൊണ്ടുവന്നിട്ടില്ല കേട്ടാ. ഓ എനിക്ക് ആഹാരം വാങ്ങിച്ചു തരണം നീ കടയിൽ പോയിട്ട്. എവിടുന്ന്? ആ ഹോട്ടലിൽ നിന്ന്, ജംഗ്ഷനിൽ. ഞാൻ പോകത്തൊന്നുമില്ല ഹോട്ടലിലൊന്നും. അതെന്താ ഹോട്ടലിൽ പോയാ? ഞാൻ പോവില്ല അവിടെ. എടേ പോവോ നീ? പോവില്ലെന്ന് പറഞ്ഞില്ലേ? പൈസ തരാം, പോണുണ്ടാ? പൈസ വേണ്ട, ഫ്രീ ആയിട്ട് തരാം. ബ്ലൂടൂത്ത് ഓൺ ചെയ്യും. ഉണ്ടാന്നാ എടാ പോകുന്നുണ്ടോന്നാണ് ചോദിച്ചത്. പോകുന്നുണ്ടോ? അങ്ങനെ ഞാൻ വേറെ കറക്റ്റ് ആയിട്ട് പറയണം. ആ. അല്ലെങ്കിൽ എനിക്ക് മറ്റേ കൺഫെഷൻ അടിക്കും. കൺഫെഷനാ? ഡൗട്ട്. കൺഫ്യൂഷൻ. ആ, അതടിക്കും. ഇംഗ്ലീഷ് അറിഞ്ഞു തുടങ്ങി പറയാൻ നിൽക്കരുത്. പിന്നെ നിങ്ങൾക്കൊന്നും ഇംഗ്ലീഷ് അങ്ങ് അറിയാം. എനിക്ക് നിന്നെക്കാൾ ഇംഗ്ലീഷ് ഒക്കെ അറിയാം. അയ്യോ, എത്ര വർഷമായിട്ട് ഞാൻ ഈ പണിക്ക് പോകണം, എനിക്ക് ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് അറിയാം. ബേബി മേശരി ആണോ? ആ, അയ്യോ, ഇംഗ്ലീഷ് അങ്ങ് ഇപ്പൊ പറഞ്ഞങ്ങ് ഈ മറിക്കും. ബേബി മേശരിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ അറിയാം. എന്ന് പറഞ്ഞാണ്. ആ, പറഞ്ഞുതരാം. നീ അവിടെ നില്ല്. ആ. ഞാൻ നിന്നെ ഇംഗ്ലീഷിൽ ഇങ്ങോട്ട് വാടാന്ന് വിളിക്കട്ടാ. ആ. കമോൺ. ഓ യാ ബേബി മേശരി. അറിയാം. അറിയാം. ശരി, പെട്ടെന്നൊക്കെ പണിയൊക്കെ ചെയ്യണം. അടുത്ത ആഴ്ച പണി ആരെങ്കിലും കൂടെ പോണം കേട്ടോ നീ. എന്ത്? ഞാൻ കാണില്ല. എവിടെ പോകുന്നു? എനിക്ക് പാലക്കാട് വരെ പോണം. എന്തിന്? ചേച്ചിയുടെ മോക്ക് ചെറിയൊരു ആലോചനയുടെ. അവൾ അവിടെ നിന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ വന്നു. Good one. അവക്കൊരു ആലോചന വന്നെന്ന്. ഓ അങ്ങനെ. എവിടെ നിന്നായിരിക്കും? ആലോചന വന്നെങ്കിൽ തലച്ചോറിന്നായിരിക്കും. അല്ല, ശരീരത്തിന്റെ ഒരു അവയവത്തിൽ നിന്ന് ആലോചന വരൂല. അല്ലടാ പറഞ്ഞത്, ഒരു കല്യാണ ആലോചന വന്നെന്ന്. അങ്ങനെ പയ്യന്റെ ഫോട്ടോ കാണിച്ചപ്പോ തന്നെ എല്ലാരും പറഞ്ഞു ഹാൻസം കൈ. കെട്ടിച്ചു കൊടുക്കരുത്. എന്ത്? ഇന്ന് അവന്റെ കയ്യിൽ ഹാൻഡ്സ് കാണും, നാളെ ആൽക്കഹോൾ ആവും, പിന്നെ ബ്രൗൺ ഷുഗർ ആവും. അവൻ മുളയിലേ നുള്ളണോ അതൊക്കെ. എടാ, നല്ല പയ്യനെന്ന്. അങ്ങനെയാ. ആ, കല്ല് പോയാ പറ്റും. പക്ഷെ ഞാൻ നോക്കി ട്രെയിൻ ടിക്കറ്റ് ഒന്നും കിട്ടുന്നില്ലടേ. പിന്നെ ഭയങ്കര തിരക്ക്. എങ്ങനെ ഇറങ്ങി പോയാൽ എന്നെ കൊണ്ട് പറ്റൂല. അത് മറ്റേ ഇത് ചെയ്താ പോരാ. ആദ്യമേ ഏത്? മറ്റേ ഋതിക് റോഷൻ ചെയ്യണം. എന്നുവെച്ചാ സീറ്റ് കിട്ടും. ഋതിക് റോഷൻ. റിസർവേഷൻ. ആ, അത് തന്നെ, അത് തന്നെ. പറയല്ലേ ജോലി. പിന്നെ ആ. ഇവിടെ അളവെടുക്കുന്ന മീറ്റർ കൊണ്ടുവന്നായിരുന്ന മീറ്റർ ഞാൻ വാടക കൊടുത്തേക്കുന്നു. ഈ ടൈൽസിന്റെ അളവെടുക്കുന്ന മീറ്ററാ. ആ. അത് ആർക്ക് വാടക കൊടുത്തു? മറ്റേ കോമഡി മാസ്റ്റേഴ്സിലെ കുട്ടിയകിലിന്. അതൊന്നിര് അവ അടിക്കുന്ന കൗണ്ടർ ഒന്നും മീറ്റർ അല്ലെന്ന്. വരാമ കഷ്ടം. ആ ലാഡറെങ്കിലും പോയി എടുത്തോണ്ടാ. ലാഡർ അവന് കൊടുത്ത്. ലാഡർ തന്നെ അവന് കൊടുത്തത്. അവ അടിച്ചിട്ട് കൗണ്ടർ കയറുന്നില്ല. അതിന്റെ മേളിൽ കയറി മീറ്ററിൽ അടിക്കട്ടെ. കയറി അടിക്കട്ടെ. കാഞ്ചി പ്ലാഞ്ചി നിൽക്കാതെ പണിയൊക്കെ ചെയ്യണം. അവിടെ അളവെടുക്കാനുള്ളതാണ്. മീറ്ററും കൊണ്ട് കളഞ്ഞിട്ട് വന്ന് നിൽക്കുന്നു. ബാക്കി എന്തൊക്കെ പണിയാണെന്തോ. പുറത്ത് ബാത്റൂമിന്റെ പണി എന്തെങ്കിലും ഉണ്ടാ? കാമുകൻ പുറത്ത് വീണു, സ്ത്രീ മരിച്ചു. എവിടെ? കാമുക വീണു, സ്ത്രീ മരിച്ചു. എനിക്ക് വായിക്കാൻ പറ്റും. റിട്ടയർഡ് പ്രൊഫസർ ഗംഗാധരൻ മാഷ് അന്തരിച്ചു. ദുഃഖത്തോടെ മക്കൾ അനീഷ്, കണ്ണൻ, വിനു, അഖിൽ, അരുൺ, റാണി, ലക്ഷ്മി, സുരഭി, ലീല. ഇതിടയ്ക്ക് ഇയാൾ എപ്പോ പഠിപ്പിക്കാൻ പോയത്? ആ, വേറൊരു പരിചയം. ഇത് വിളിക്കണേ. ഒരു മിനിറ്റ്. പെട്ടെന്ന് പണി. ഹലോ, അപ്പൊ നിങ്ങളെ പരസ്യം കണ്ടിട്ട് വിളിക്കുക ഞാൻ. ആ, ഇതിനകത്ത് പറയുന്ന 2 അസുഖം എനിക്കുണ്ട്. ആ, ശരീരത്തിന് ബലഹീനതയുണ്ട്, പിന്നെ രാത്രി കിടന്ന് ഉറങ്ങുമ്പം സമയക്കുറവുണ്ട്, പെട്ടെന്ന് നേരം വെളുത്തു വന്നു. ആ, നീ ഉദ്ദേശിച്ച പരസ്യമല്ല അത്. വിലക്കുറവിനും സമയക്കുറവിനും പോരാണെന്നു അതെനിക്കുണ്ടെന്ന്. പത്രം എടുത്ത് മാറ്റി വായിക്കണ്ട. അണ്ണി കണ്ടത് എല്ലാം ഫോൺ എടുത്ത് വിളി വിളി. അവിടെ നിന്ന് അളവെടുത്ത് ഇപ്പൊ കിട്ടണം. അളവ് 4 ഇഞ്ച് വെറ്റല് വാരി ഇടണം കേട്ടോ. ഒന്ന് വേണം. ഇത്രയും ചെറുതായിരുന്ന ചുറ്റി എവിടെ? 3 കൂട്ട സിമന്റ് വിലം കേട്ടോ. ആ, സിമന്റിന്റെ കൂടെ മണല് വന്നിട്ടുണ്ടോ എന്ന്. ലോഡ് ഇതേ ചേരുന്നില്ല, ചെറുതായി പോന്നു. എങ്ങനെയാണ് നീ അളവെടുത്തത്? കൈ വെച്ച്. എടാ, ഒരു ഈർക്കല നൂല കൊണ്ട് അളവെടുക്കാൻ മൊത്തം പൊട്ടിച്ചല്ലടാ നീ. എനിക്ക് അറിഞ്ഞൂടാ. നിന്നെ 1 പണിക്ക് കൊണ്ടുപോകാൻ കൊള്ളൂല. എവിടെ കൊണ്ടുപോകും നിന്റെ പണിക്ക്? 1 പണിക്ക് കൊണ്ടുപോകാൻ കൊള്ളൂല. കഷ്ടം തന്നെ. എവിടെ കൊണ്ടുപോയിരുന്നാലും ഇത് തന്നെ. എനിക്ക് എന്തെങ്കിലും ദ്രോഹം നീ ചെയ്യും. സത്യം പറഞ്ഞ ഞാനിത് ഇനി അനുവദിക്കില്ല. ഞാൻ ഒരു കാര്യം പറയട്ടാ. ഇങ്ങനെ നിങ്ങൾ ഇന്ന് പറഞ്ഞപ്പോഴേ
ഇതിന്റെ അകത്ത് നിന്ന് പറഞ്ഞ കറക്റ്റ് ഒരു മന്ത്രിയുടെ പവർ. നീ പോടാ നിന്റെ മന്ത്രിയുടെ പവർ ഉണ്ടെന്ന്. നീ പോ, നീ പണി ചെയ്യാൻ നോക്ക്. സത്യത്തില് കേരളത്തില് ഉണ്ട് അല്ലേ എനിക്ക് ചെറുതായിട്ട് തോന്നുന്നു. ഉണ്ട് സത്യമായിട്ടുണ്ട്. എടാ, നമസ്കാരം. മന്ത്രി അപ്പൊ ഞാൻ പ്രതിപക്ഷ നേതാവ്. ആവോ. നമുക്ക് നോക്കാം രസമാണ്. നല്ലത്. രാത്രി കറണ്ട് പോകുന്നു, 11 മണിക്ക് കറണ്ട് പോകുന്നു, ജനങ്ങൾ ചൂടത്ത് കിടന്ന് വലയുന്നു. അതിനെന്താണ് ഇവിടെ തീരുമാനം? അതിന് ഒരു പരിഹാരം കാണാം. അത് പറയാൻ നിങ്ങളാരാണ്? നിങ്ങൾ വിരട്ടലും വിലപേശലും ഇവിടെ നടക്കില്ല. അതൊക്കെ അങ്ങ് പുറത്ത് കടക്ക് പുറത്ത്. അതിനെല്ലാം ഒരു പരിഹാരം ഞാൻ കണ്ടിരിക്കും. എന്താണ് എന്താണ് പരിഹാരം? ഞാൻ അത് പുറത്ത് ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി കടം വാങ്ങും. അതങ്ങനെ വാക്കാലെ പറഞ്ഞിട്ട് കാര്യമില്ല, എഴുതി തരണം. എഴുതി ഒപ്പിട്ട് തരണം. ഒപ്പിട്ട് തരും. എനിക്ക് അതിനുള്ള അധികാരമുണ്ട്. ഞാൻ എഴുതി ഒപ്പിട്ട് തരും. ഒപ്പിട്ട് വയ്ക്കാം. അന്യ സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവരും ഒരു 3000 വാട്ട്സ് കറണ്ട്. ഒപ്പ്. ഓക്കെ. ഇനി അടുത്തത്. ഇനി എന്താണ്? ആർക്കാണ് പറയാനുള്ളത്? വീട് കൊടുക്കാനുള്ളവർക്ക് വീട് കൊടുത്തിട്ടില്ല ഇതുവരെ. അതിനെ കുറിച്ച് എന്താണ് മന്ത്രിക്ക് പറയാനുള്ളത്? വീട് കൊടുക്കും. നേരത്തെ ഞങ്ങൾ പറഞ്ഞായിരുന്നു. അതായത് ഒരു 3000 കോടി രൂപ പദ്ധതിയായിരുന്നു. അതൊരു 90,000 കോടിക്ക് ഒരു 500 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കും. അതായത് എഴുതി ഒപ്പിട്ട് തരാം. എഴുതി ഒപ്പിട്ട് തരാം. 500 കുടുംബങ്ങൾക്ക് 90,000 കോടി. ഇതെന്താണ് കുഴപ്പം? ഇനി പ്രതിപക്ഷത്തിന്റെ മറ്റൊരു തീരുമാനം. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? എങ്ങനെ പറഞ്ഞത്? അവിടെ സംസാരിക്കുമ്പോൾ ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ല. പറയൂ, ഇതെന്താണ് പറയാനുള്ളത്? നമ്മളെ കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി കലണ്ടറിലെ എല്ലാ കറുപ്പ് അക്ഷരങ്ങളും ചോപ്പാക്കണം. അത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം തന്നെയാണ്. അത് ഞാൻ ചെയ്തു തരാം. അതും ചെയ്യാം. മൊത്തം മാറ്റി. ഇനി വേറെന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഇനി എന്ന് വെച്ചാല് ആരോഗ്യപരമായ ഒരു കേരളം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരോഗ്യത്തിന്റെ കാര്യമൊന്നും കൂടുതൽ പറയണ്ട. എന്താണ് പ്രശ്നം? കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ എലി വരെ എലി. ആണോ? അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും ഓരോ 3 പൂച്ചകൾ വെച്ച് കൊടുക്കാം. പൂച്ചകളാം. ആശുപത്രി കൊണ്ട് പൂച്ച ഇടാൻ പറ്റും. എന്നാ പിന്നെ ആശുപത്രികളിൽ തന്നെ പാമ്പുണ്ടല്ലോ, അത് പിടിച്ചു തന്നോളും. അതാണ് അതിന്റെ കാര്യം. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കേണ്ട കാര്യമില്ല. അത് ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. റോഡ് വികസനം, അതിന്റെ കാര്യം പറ. റോഡ് വികസനം ഒരു 9,000 കോടിയുടെ പദ്ധതിയായിരുന്നു. അത് മിക്കവാറും ഒരു 90,000 കോടിക്ക് ചുടിയാക്കാം. എവിടെ മുതൽ എവിടെ വരെ? അത് കാസർഗോഡ് മുതൽ നേരെ ദുബായ് വരെ. അത് ഒരാൾക്കാരും ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന ദുബായ് പോയി രക്ഷപ്പെട്ട്. നല്ല രസമുണ്ടല്ലേ? ഇത് സംഭവം കൊള്ളാം കേട്ടാ. അവരൊക്കെ ഇവിടെ ഇങ്ങനെ ആയിരിക്കും അല്ലേ പറയണ? ഭയങ്കര രസമായിരിക്കും. എന്താണ് അങ്ങനെ പറഞ്ഞത്? ആരാണ് സംസാരിക്കുന്നത്? അയ്യോ സാറേ, പറയണ സാറേ. ശരി, അവിടെ പണിക്ക് വന്നു സാറേ. 2 പേരുണ്ട് പണിക്ക്. അല്ല, അയ്യോ 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 സാറേ, അങ്ങനെയല്ല. അയ്യോ ശരി സാറേ. ശരി സാറേ. ശരി. നമസ്കാരം. എന്ത് പണി സാധനങ്ങളെ പെട്ടെന്ന് പണി കഴിഞ്ഞാ ഇവിടുത്തെ? ഇല്ല, നാളെ തൊട്ട് നമുക്ക് പൂജപ്പുരയാണ് പണി. പൂജപ്പുര എവിടാ? സെൻട്രൽ ജയിലിൽ. എന്തൊരു പണി? അവിടെ ചെടി അണിക്കണം, ചപ്പാത്തി വരത്തണം, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളല്ലല്ലേ ജയിൽ പുള്ളികളല്ലേ ചെയ്യാനുള്ളത്? നമ്മള് പിന്നെ ആരായിട്ടാണ് പോണത്? ജയിൽ പുള്ളികളായിട്ട് തന്നെടാ. എടാ, ആവശ്യമില്ലായിരുന്നു ഈ ഫയലിലൊക്കെ ഇരുന്ന് ഒപ്പിട്ടില്ലേ? അതിവിടെ അവർ കണ്ട്. എങ്ങനെ കണ്ടെന്നാ? ഒരു സാധനം ഇരിക്കുന്നുണ്ടാ? ബൾബിന്റെ ഹോൾഡറാ? ബൾബിന്റെ ഹോൾഡർ CCTV ക്യാമറ. അതുവഴി അവർ കണ്ട്. ഒപ്പിട്ടത് നീ അല്ലേ എന്റെ കൂട്ടുപ്രതി? നീ അല്ലേ എടുത്തോണ്ട് വന്നത്? നിന്റെ പേര് പറയും. ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്. നിങ്ങളോടല്ലേ പണിക്ക് വരുന്നത്? ശമ്പളമൊന്നും കൃത്യമായിട്ട് കിട്ടാറില്ലല്ലേ? ജയിലിലാകുമ്പോ ഇപ്പൊ നല്ല ശമ്പളമുണ്ട്, നല്ല ശാപ്പാടുണ്ട്, കിടക്കാനും സ്ഥലമുണ്ട്. കാര്യം ശരി തന്നെ. എന്തായാലും വിട്ടുപോയില്ലേ? അത് പിന്നെ കേരളത്തില് ഒരു കാര്യം പറഞ്ഞു വേണ്ട. എടുത്തോണ്ട് വാ. അതല്ലെന്ന് എന്റെ മറ്റേ സംഭവം ഇട്ടില്ല. ഇതും കൂടെ കേട്ടത്. എന്താണ് മക്കളെ പരിപാടി? പരിപാടി ഒന്നുമില്ല. ഞങ്ങള് തെക്കേക്കാട് ഒരു അടിപൊളി സാധനമായിട്ട് വരാൻ പോവാണ്. ഗ്രൂപ്പൊന്നുമില്ല, ഒറ്റയ്ക്കൊരാള്. ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ ഒലക്കടിച്ച് വളർത്തിയ കുട്ടിയെ വരാൻ പോകുന്നത്. ഞങ്ങളുടെ ലിയാണ് സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ട് വരാൻ പോകുന്നത്. Alright, so let's welcome Lia. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ചെമ്മീൻ കറിയാ? ഇവിടെയാ? ഇവിടെ ചാള വാങ്ങിട്ട് തന്നെ 4 മാസം കഴിഞ്ഞ്. വല്ലപ്പോഴും ഒരു മീന്റെ മണം വേണോന്ന് തോന്നുമ്പോ ഞാൻ ആ മീൻകാരുടെ വെട്ടിന്നേ 2 ഐസ് കട്ട ഇങ്ങോട്ട് എടുത്തോണ്ട് വരും. എന്നിട്ട് അത് അലിയിച്ച വെള്ളത്തിൽ കിഴങ്ങ് മുഴുങ്ങി അങ്ങ് തിന്നു. എന്നാലും എന്റെ ഈ അടുക്കളപ്പുറത്ത് ഇത്രയും സെലിബ്രിറ്റികളെയും സാറന്മാരെയൊക്കെ ഒരുമിച്ച് കാണുമ്പോഴുണ്ടല്ലോ വല്ലാത്തൊരു വികാരം വരുന്നു. ഇനി ഈ അടുക്കളയിൽ വികാര നിർഭര രംഗങ്ങളാണ് അരങ്ങേറാൻ പോകുന്നത്. കാരണം ഞാൻ പറയാൻ പോകുന്ന കണ്ടന്റ് വികാരം.
അഖിലേ അതല്ലേ ഏട്ടാ ഇമോഷൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കുക ചേച്ചി. അവന് ലൂസ് മോഷനാ. ഈ വികാരങ്ങളും ഇമോഷനും ഒരേ അർത്ഥമാണെങ്കിലും ഉണ്ടല്ലോ, വികാരം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മലയാളികൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് അശോഭി ഞാനൊരു വികാര ജീവിയാണ് എന്ന സീനിലെ ഇമോഷനാണ്. വികാരങ്ങൾ പൊതുവേ 4 തരത്തിലാണ് കേട്ടോ ഉള്ളത്. സന്തോഷം, ദുഃഖം, പേടി, ദേഷ്യം. ഇതിനു പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ 2 വികാരങ്ങളാണ് കുന്തളിപ്പ്, കുരുപൊട്ടൽ. ഇതില് കുന്തളിപ്പ് കാണണമെങ്കിലേ നീലക്കാക്ക, മഞ്ഞത്തത്ത, പച്ചക്കുയിൽ എന്നൊക്കെ പറയുന്ന ചില ഓൺലൈൻ മീഡിയ ചാനൽ എടുത്ത് നോക്കിയാൽ മതി. ഇനി കുരുപൊട്ടലാണ് കാണണമെങ്കിൽ അതിന്റെ കമന്റ് ബോക്സും. ഈ പത്തായത്തിൽ നെല്ലുണ്ടെങ്കിലേ എലി അങ്ങ് പത്തായെന്നും വരൂ എന്ന് പറയുന്ന പോലെയാണ് ഉദ്ഘാടനത്തിന് ഒരു നടിയുണ്ടെങ്കിൽ ഇവന്മാർ ഏത് ഉഗാണ്ടേന്നും വരും. എന്നിട്ട് ജെയിംസ് കാമറോൺ പോലും സെറ്റ് ചെയ്യാത്ത ക്യാമറ ആംഗിളിലൂടെ ഇവന്മാര് വീഡിയോ എടുക്കും. ആരും കാണാത്തത് കാണും, കേൾക്കാത്തത് കേൾക്കും. കാണ്ടാമൃഗത്തിന് വരെ രോമാഞ്ചം വരുന്ന രീതിയിലുള്ള ക്യാപ്ഷനുകൾ എഴുതിയിടും. എന്നിട്ട് അതിന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ കാണാം, നാണമില്ലേ, മാനമില്ലേ, സ്ത്രീത്വമില്ല, അഭിമാനമില്ല, ഈ വീഡിയോയുടെ ഫുൾ ലിങ്ക് ഇല്ലേത്. വേറൊരു കമന്റ് ബോക്സ് ഞാൻ കണ്ടു കേട്ടോ ശ്രീവിദ്യയെ. അതിൽ പറയുക, തമന്നയോട് നൈറ്റി ഇടാൻ പറയുന്ന അമ്മായിമാരും സമന്തയോട് സാരി ഉടുക്കാൻ പറയുന്ന അമ്മാവന്മാരും. പിന്നെ തമന്ന നൈറ്റി ഇട്ട് റേഷൻ കട അരി മേടിക്കാൻ പോവല്ലേ, ഇത് ഐറ്റം ഡാൻസ് ആണ് മിസ്റ്റർ. ഇവർ ഈ കമന്റ് ഇട്ടിട്ട് നേരെ പോകുന്ന എങ്ങോട്ടേക്കെന്നറിയോ? യൂട്യൂബിലേക്ക് ഇതേ ഐറ്റം ഡാൻസ് ഇരുന്ന് കാണാൻ. ചോദിച്ചാ പറയും തെറ്റ് കണ്ടുപിടിക്കാനാന്ന്. ഈ 1ഉം 2ഉം തവണ കാണുന്നതൊക്കെ തെറ്റ് കണ്ടുപിടിക്കാനാണെന്ന് പറയാം. ഈ 56 വയസ്സുള്ള കള്ളക്കളവൻ ഇത് 66 പ്രാവശ്യം എടുത്ത് കാണുന്നുണ്ട്. അത് തന്നെ ഒരു തെറ്റല്ലേ ചേട്ടാ? അതാ ഞാൻ പറഞ്ഞത്. എന്തായാലും ഈ വികാരങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴേ, ഈ സന്തോഷം എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടല്ലോ, നമ്മുടെ പണ്ടുള്ള അച്ഛന്മാര് ഒട്ടും പ്രകടിപ്പിക്കാത്തൊരു വികാരം അത്. പണ്ട് ഞാൻ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയെന്നും പറഞ്ഞ് എന്റെ അച്ഛനോട് ചെന്ന് പറഞ്ഞപ്പോ ബിഗ് ബിയിലെ മമ്മൂക്കെ പോലെ ഒരു നോട്ടവും ഒരു മൂളലും. എന്നിട്ട് ഓടിച്ചെന്ന് മുറിക്കാതെ കയറിയിട്ട് കഥ കുറ്റിയിട്ട് ആ പുലരിക്കിണ്ണം പൊന്നിൽ ഡാൻസ് കളിക്കുവാ. എന്നാ ആ ഡാൻസ് എന്റെ മുന്നിൽ കളിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇച്ചിരി സന്തോഷമാവൂലേ? അത് സമ്മതിക്കില്ല. എന്നാ അച്ഛൻ 2 എണ്ണം അടിച്ചിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇത് പറയുന്നതെങ്കിൽ ആ പമരത്തിലെ മമ്മൂക്കയാവും. എന്നിട്ട് ആ നാട് മുഴുവൻ പാടി നടക്കും, എന്റെ മോള് പരീക്ഷ പാസ്സായി കേട്ടാ, ഞാൻ അവളെ ഡാക്ടറാക്കാൻ പോകുകയാണ്. ഈ അച്ഛന്മാര് സന്തോഷം പ്രകടിപ്പിക്കാത്ത പോലെയാണ് നമ്മുടെ ചില ഭർത്താക്കന്മാര് സ്നേഹം പ്രകടിപ്പിക്കില്ല. ഈ ദൈവത്തെ പോലെയാണ് ഇവരുടെ സ്നേഹം കേട്ടോ. ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഇത് കാണാൻ പറ്റി. പിന്നെ സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം അറിയണമെങ്കിൽ അയൽക്കാരന്റെ ജനലിലൂടെ നോക്കണമെന്ന് പറയുന്ന പോലെ സ്വന്തം ഭർത്താവിന്റെ സ്നേഹം അറിയണമെങ്കിൽ പുള്ളിയുടെ 10ാം ക്ലാസ്സിലെ വാട്സപ്പ് ചാറ്റ് എടുത്തു. അതിലെ പെൺപിള്ളേരോട് ഉണ്ടോ, ഉറങ്ങിയോ, കഴിച്ചോ, കുടിച്ചോ, റെസ്റ്റ് എടുത്തോ, ഇവിടെ ഞാൻ കിഡ്നി മാറ്റി വെച്ച് വന്ന് കടന്നാലും പറയും പോയി ചട്നി അരയ്ക്കാൻ. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പ്രകടിപ്പിക്കാത്ത സ്നേഹം ഉണ്ടല്ലോ, അത് മൂത്രത്തിക്കല്ല് പോലെയാ. കാണാൻ പറ്റൂലെങ്കിലും ഭയങ്കര വേദനയായി. ഇനി ആകെപ്പാടുള്ള എന്റെ പ്രതീക്ഷ ഈ മുരിങ്ങക്കോല വെട്ടിയാലും ഞങ്ങൾ സാമ്പാറിലിട്ട് കൊടുക്കാം. ഞാൻ പുള്ളിയോട് പറഞ്ഞേ, നിങ്ങൾക്ക് ഈ വികാരങ്ങള് പ്രകടിപ്പിക്കാനുള്ള മടിയാണെങ്കിൽ നിങ്ങൾ എനിക്ക് റീൽസ് ആയിട്ട് അയക്കി. ഇപ്പൊ എല്ലാരും അങ്ങനെയാണല്ലോ, റീൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യല്ലോ. എന്താ ഈ കുട്ടിയൊക്കെ അയച്ച എത്ര റീൽസ് എന്റെ കിടക്കുന്നതെന്ന് അറിയാം. ഞാൻ പുള്ളി റീൽസ് അയച്ചു കേട്ടോ. പുള്ളി അയച്ച റീൽസിൽ നിന്ന് ഏകദേശം എല്ലാ വികാരങ്ങളും എനിക്ക് മനസ്സിലായി. പക്ഷേ ഏത് വികാരം പ്രകടിപ്പിക്കാനാണ് ഈ അലൻ ജോസ് പെരേരയുടെ ആറാട്ടണന്റെ ഒക്കെ റീൽസ് അയക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. അത് പറഞ്ഞ ഇന്നൊന്നും തീരൂല. നമുക്ക് അടുത്ത വികാരത്തിലേക്ക് പോകാം. അടുത്താണ് ഈ ദേഷ്യം എന്ന് പറയുന്നത്. ഈ ദേഷ്യം ഏറ്റവും കൂടുതലുള്ള ജീവി ആരാന്നറിയോ? ഇല്ല, സിംഹം. സിംഹോ? അത് അക്ഷയ സെന്ററിലെ ചേച്ചിയാണ്. നമ്മള് ചേച്ചി എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോ എന്ത്, ഇതാണ് ചേച്ചിയുടെ എക്സ്പ്രഷൻ. എനിക്ക് തോന്നുന്നത് ഇവർക്ക് ദേഷ്യത്തിന്റെ അളവനുസരിച്ചിട്ടാണ് ശമ്പളം കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ചിലര് പറയാറുണ്ട്, വിരഹവേദനയാണ് ലോകത്തെ ഏറ്റവും വലിയ വേദന എന്ന്. വെറുതെയാ. അവന്റെ കൈ കതകിന്റെ ഇടയിൽ കുടുങ്ങി കാണില്ല, അല്ലെങ്കിൽ അവന്റെ കാലിലെ ചെറുവിരൽ കട്ടിലിന്റെ കാലിൽ ഇടിച്ചു കാണില്ല, അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത്. പിന്നെ എല്ലാരും അംഗീകരിക്കുന്ന പോലെ വിശപ്പ്, അത് ഒരു വലിയ വികാരമാണല്ലേ. ആ വികാരം മനസ്സിലാക്കി ഞാൻ ഇവിടത്തെ ക്യാൻറ്റീനിൽ ചെന്ന് 5ാം വട്ടം ചോറ് ചോദിച്ചു. അപ്പൊ അവിടുത്തെ ചേച്ചി എല്ലാവർക്കും കൊടുക്കുന്ന ഉപദേശം എനിക്കും തന്നു. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ചേച്ചി എല്ലാരോടും പറയാറുണ്ട്, മക്കളെ ഫുഡ് വേസ്റ്റ് ആക്കരുത് എന്ന്. എന്നോട് പറയാ, മക്കളെ വേസ്റ്റ് ഫുഡാക്കല്ലേടാ. അങ്ങനെ ഞാനത് വിട്ടു, മനസ്സിൽ വെച്ചില്ലെന്ന്. പിന്നെ
ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ വികാരങ്ങളുണ്ടല്ലോ, അത് ഈ സോഷ്യൽ മീഡിയ ട്രെൻഡ്, ഇൻസ്റ്റാഗ്രാം റീൽസ് ഇതൊക്കെയാ. പണ്ട് എൻ്റെ മാമിയുടെ മോളില്ലേ, ഡ്രസ്സ് മാറുമ്പോ ആരോ ഒളിഞ്ഞു നോക്കിന്നും പറഞ്ഞ് അവനെ തെങ്ങി കെട്ടിയിട്ട് അടിച്ചു. ഇന്നലെ നോക്കിയപ്പോ ഇൻസ്റ്റാഗ്രാം റീൽസില് ക്യാമറയും തുറന്നു വെച്ച് അവള് സാരി ഉടുക്കുന്നു. പറയാ ഗെറ്റ് റെഡി വിത്ത് മീ 100K ഫോളോ ആയിട്ടുള്ളൂ, 1 മില്യൺ പേര് കാണണമെന്ന്. ഈ പിള്ളേരുടെ ഒരു പാഷനേ എനിക്കിത്. എന്തായാലും വികാരങ്ങളുടെ കാര്യം പറയുമ്പോ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ വികാരം എന്താണെന്നറിയോ? നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വരുമ്പോ നമുക്ക് കിട്ടുന്ന സന്തോഷവും ധൈര്യവും ഒക്കെ ഉണ്ടല്ലോ, അത് എല്ലാവർക്കും വലിയ വികാരമാണ്. പിന്നെ ഈ അലീന പടിക്കൽ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, പണം കൊണ്ട് സന്തോഷം വാങ്ങാൻ പറ്റില്ല, സന്തോഷം വാങ്ങാൻ പറ്റില്ല എന്ന്. അത് അലീനയോട് കാശ് കടം ചോദിക്കാതിരിക്കാനുള്ള ടെക്നിക്കാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നല്ലോണം വിഷമം വരുമ്പോ ഒരു 10 പവന്റെ മാലയും ഒരു 10,000 ഇവിടെ പട്ടുസാരി കൊടുത്ത് ബെൻസ് കാറിലിരുന്ന് കരയുന്നൊരവസ്ഥ ആലോചിക്കുമ്പോ തന്നെ ഒരു സന്തോഷം തോന്നില്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഈ ഒരു സത്യം മനസ്സിലാക്കിയ ഞാൻ പൈസ ഉണ്ടാക്കാൻ നോക്കി. അപ്പോഴാണ് പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്നത് ഈ മണി ചെയിനിലൂടെയാ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സുമേഷ് സാറിനെ കണ്ടു കേട്ടോ. പുള്ളി എല്ലാരും സുമേഷ് സാറിനെ വിളിക്കുന്നത്, പുള്ളിയുടെ അച്ഛൻ വരെ സുമേഷ് സാറിനെ വിളിക്കുന്നത്. പുള്ളി ഞങ്ങളോട് പറഞ്ഞു, വെറും 3 മാസം നമുക്ക് താഴെ 4 പേര്, അതിന് താഴെ 8 പേര്, അതിന് താഴെ 16 പേര്, ഈ 16 പേരുടെ ഒന്നും ഇൻകം കിട്ടുമെന്ന്. 3 മാസം കഴിഞ്ഞ് ഇൻകം എവിടെയെന്ന് അന്വേഷിച്ചു പോയ ഞങ്ങള് സുമേഷ് സാറിനെ കണ്ടത് സെൻട്രൽ ജയിലിലാ. പിന്നെ മണി ചെയിൻ അല്ല, എന്റെ താലി ചെയിൻ വിറ്റ് ജാമ്യത്തിൽ ഇറക്കി പുള്ളിയെ. പിന്നെ ഇൻകം കിട്ടിയോന്നല്ലേ? കിട്ടി. ഈ 16 പേരുടെയും സ്ത്രീലിംഗവും പുല്ലിംഗവും ചേർത്ത് നല്ല ബേസ്. അതോടെ ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി. എനിക്കപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എല്ലാവരും പൈസ ഉണ്ടാക്കിയത് അവർ സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസ കൊണ്ട് മാത്രമൊന്നുമല്ല, അവർക്ക് പാരമ്പര്യമായിട്ട് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. എനിക്കും കിട്ടി, വെരിക്കോസ് വെയിനും മുടി ഒഴിച്ചിട്ട്. എല്ലാത്തിനും കാരണം എന്റെ അപ്പൂപ്പനാ. പണ്ട് പട്ടച്ചാരായത്തിന് വില കൂടിയപ്പോ സ്വന്തമായിട്ട് പര്യാപ്തനാവാൻ വേണ്ടി ഞങ്ങളുടെ തറവാട് സ്ഥലം 365 രൂപയ്ക്ക് മറിച്ച് വിറ്റു. ഇന്ന് ആ സ്ഥലത്തിരിക്കുന്ന എന്താണെന്നറിയോ? ലുലുമാളാ, ലുലുമാൾ. മണ്ടനായ വൃദ്ധൻ. അങ്ങനെ പട്ടച്ചാരായം ബിസിനസ് തുടങ്ങി 4 നാൾ എക്സൈസ് വന്ന് ചട്ടി തല്ലി പൊട്ടിച്ചു. അങ്ങനെ സ്റ്റാർട്ടപ്പ് തകർന്ന വിഷമത്തില് അപ്പൂപ്പനാകെ വിഷമത്തിലായി, മാനസികമായി തളർന്നു. പിന്നെ മൂഡ് ഓഫ് ആയി, ഡിപ്രഷനായി, വീട്ടിലിരിപ്പായി, 10-12 പിള്ളേരായി. ഞാൻ പറഞ്ഞില്ലേ അഖിലേ, മാനസികമായി തളർന്നെന്ന്. മാനസികമായേ തളർന്നുള്ളൂ. എന്തായാലും ഈ വീട്ടമ്മയുടെ ഓരോ വികാരങ്ങളും ഇങ്ങനെ ഇരുന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു മനസ്സിനൊരു മനസ്സുഖം. നീ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് വികാരം തോന്നുന്നതെന്ന് വെച്ചാൽ പറഞ്ഞു കേട്ടോ. പക്ഷെ ഞങ്ങള് വീട്ടമ്മമാർക്കുണ്ടല്ലോ, ഇങ്ങനെ പറയുന്നതൊക്കെ ആരെങ്കിലും ഒന്ന് കേൾക്കാനിരുന്നാ മതിന്നേ, അത്രയും ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഈ വീട്ടമ്മമാര് അല്ലെങ്കിൽ അമ്മമാരാണ് ഒരു വികാരം കൊണ്ട് മറ്റൊരു വികാരത്തെ ഏറ്റവും നന്നായിട്ട് ഒളിപ്പിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, പ്രസവ സമയത്തെ വേദന എന്ന വികാരത്തെ കുഞ്ഞിന്റെ മുഖം കാണുമ്പോഴുള്ള സന്തോഷം എന്ന വികാരം കൊണ്ട് മറച്ചു പിടിക്കുന്നത്? അത് പ്രസവം അത്ര എളുപ്പമായതുകൊണ്ടല്ല അഖിലേ, അതുണ്ടല്ലോ. ഞാനല്ല, അതാണ് അമ്മമാര്. പക്ഷെ ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ, എത്ര അമ്മമാര്, സ്ത്രീകള് വികാരങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയാതെ ജീവിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും എന്റെ വലിയൊരു നമസ്കാരം. വെൽക്കം വെൽക്കം. ഇത് ഞങ്ങളുടെ വികാരം ഏതാണ്? സന്തോഷത്തിന്റെ വികാരം. സൂപ്പറായിരുന്നു. പിന്നെ കാര്യമായിട്ട് പറയാനുള്ളത് തമാശയോടുകൂടി പറഞ്ഞ് കാര്യമായിട്ട് പറയുന്നു. അല്ല, വേറെ കേസുണ്ടോ? അതായത് നമ്മൾ പലരും ഇന്ന് പറയാൻ മടിക്കുന്ന, ധൈര്യപ്പെടാത്ത കാര്യങ്ങളില്ലേ, കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ കാണുമ്പോൾ, അതെല്ലാം കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി. പിന്നെ എന്താണെന്നറിയോ, കൂട്ടുകാരെയൊക്കെ മുന്നിലിരുന്ന് സംസാരിക്കൂലേ, അങ്ങനെയാണ് സംസാരിക്കുന്നത്. ഭയങ്കര രസം. അല്ല, നമ്മുടെ വീട്ടില് നമ്മുടെ അമ്മമാര് അടുക്കളയിൽ പണിയെടുക്കുമ്പോ, അല്ലാതെ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം വിളമ്പുമ്പോ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയും. പക്ഷെ നമ്മൾ അത് ഭയങ്കര നിസ്സാരമായിട്ടാണ് കേൾക്കുക. ആ രീതിയിലാണ് ഭയങ്കര പക്വത, ഭയങ്കര സിമ്പിളായിട്ടാണ്. എന്നാൽ എല്ലാം ടോപ്പിക്, എല്ലാം വാക്കുകൾ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. താങ്ക് യു. സൂപ്പർ ലിയ, നല്ല സ്റ്റോറി ആയിരുന്നു കേട്ടോ. ഇത് എത്ര ദിവസം എടുത്തത് ക്രിയേറ്റ് ചെയ്തെല്ലാം സെറ്റ് ആവാൻ? ഇത് ഇപ്പൊ ഇവിടുന്ന് വിളിക്കുമ്പോ തലേ ദിവസമൊക്കെ ആയിരിക്കും നമ്മള് എഴുതാനിരിക്കുക. പക്ഷെ കുറച്ച് സമയം കിട്ടിയിരുന്നു. സ്വന്തമായിട്ടാണ് എഴുതിയേ? ഇത് സ്വന്തമായിട്ട്. ലിയ നമ്മുടെ തന്നെ ഫൺസ് അപ്പോൺ എ ടൈമിൽ ഉണ്ടായിരുന്ന കേട്ടോ. ഫൺസ് അപ്പോൺ എ ടൈമിൽ ഉണ്ടായിരുന്നതാണ്. ഒരുപാട് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന ഒരാളാണ്. എക്സ്പേർട്ട് ആണ് ലിയ, അല്ലേ? ഇവിടെ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, നമ്മുടെ എല്ലാവരുടെ അമ്മമാരെ ഒന്ന് കേൾക്കാൻ ഒരാളുണ്ടായാൽ മതി, നമ്മൾ തിരിച്ചൊന്നും പറയണമെന്നില്ല. അതന്നെയല്ലേ പറഞ്ഞ അമ്മ, നമ്മുടെ വീട്ടമ്മമാരുടെ ആക്ച്വൽ സ്ഥിതിയാണ് കാണിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞത് കുറച്ച് സാറ് ഞാൻ കട എടുക്കുക കേട്ടോ, എവിടെയെങ്കിലും പോകും പ്രസംഗിക്കും. സന്തോഷം. ചേച്ചി ഇവിടെ വരുമ്പോ എന്റെ മനസ്സിൽ വേറൊരു വികാരം കൂടെ ഉണ്ടായിരുന്നു.
ശ്വേത ചേച്ചി ഇവിടെ വരുന്ന എല്ലാവർക്കും എടുക്കുന്ന ആ കെട്ടിപ്പിടുത്തം എനിക്കും തരുമോ? ഓ പിന്നെ വാ 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 വാ. ലിയ ഒരു വീട്ടമ്മയാണോ ലിയ? ഞാൻ വീട്ടമ്മയാണ്, 2 കുട്ടികളുടെ അമ്മയാണ്. അതെയോ? എവിടെ സ്ഥലം എവിടെയാ? പാലക്കാട് ആലത്തൂര്. എന്തായാലും നല്ലൊരു സ്റ്റാൻഡപ്പ് കോമഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. ശ്വേത ചേച്ചിയുടെ ഹഗ്ഗും കിട്ടി, ഹാപ്പി അല്ലേ ലിയ? ഹാപ്പിയായി. അപ്പൊ ഇനിയും ഇതുപോലത്തെ നിമിഷങ്ങളുമായിട്ട് വരണം. ഉറപ്പായിട്ടും വേറൊരു വികാരവുമായിട്ട് വരണം. അതെ അതെ. ഞങ്ങൾ എല്ലാരും കാത്തിരുന്ന നമ്മുടെ സ്വന്തം ടീമിനെ ഞാൻ ഇറക്കാൻ പോവുകയാണ്. ടീം ഓഫ് വടക്കേക്കര അല്ല വടക്കേക്കാട്. കാടിനെ നയിക്കാനായി ഞങ്ങളുടെ കൊമ്പൻ അതാ റെഡിയായി വന്നിരിക്കുകയാണ്. കൊമ്പൻ മറ്റാരുമല്ല, അഖിൽ. അതായത് നമ്മുടെ ഈ ഫ്ലോറിൽ വരാൻ പോകുന്ന 2 പേരെ പേര് പറയേണ്ട ആവശ്യമില്ല. കാര്യം നമ്മുടെ ഈ ഫ്ലോറിൽ വന്ന് സ്കിറ്റ് ചെയ്തല്ല, മിമിക്രി കാണിച്ച് ഗംഭീരമായി നമ്മളെ ഞെട്ടിച്ച 2 പയ്യന്മാരുണ്ട്. ഓക്കെ. ഒന്ന് റിഷാദ്, 2 സൂരജ്. പക്ഷെ ഇന്ന് അവരിവിടെ വരാൻ പോകുന്നത് മിമിക്രി കാണിക്കാനല്ല ചേച്ചി, സ്കിറ്റ്. അവർ 2 പേരും കൂടെ സ്കിറ്റ് കളിക്കാം. ഓ, കാടിളക്കി വരാൻ പോവാണ് പ്രിയ പ്രേക്ഷകരെ, കാടിളക്കി വരാൻ പോവാണ്. ചേച്ചി ഈ ഇളകുന്ന കാടിന് വേണ്ടി ആ ബാറ്ററി ഒന്ന് ഓൺ ആക്കിക്കോ. ഓണായി. സൂപ്പർ. എന്നാ പെർഫോമൻസ് കണ്ടാലോ? കണ്ടാലോ? Come on. അണ്ണ ഈ കൂത്തട്ടോടത്ത് പോണെങ്കിലേ നമ്മൾ എവിടുന്നാ ബസ് കയറണ്ടേ? എടാ നേരെ ചെല്ലണം, ഫ്രണ്ടിലേക്ക് നീങ്ങണം, മുമ്പോട്ട് പോണം, സ്ട്രേറ്റ് എന്നിട്ട് ഫോർവേഡ് എത്തി. പക്ഷെ ഇതെല്ലാം ഒരുപോലെ ഇരിക്കുന്നല്ലോ. നിനക്ക് എന്നാടാ വേണ്ടേ? എന്നാ വേണ്ടേ? ബസ്സുണ്ടോ? ഇത് എന്തുകൂടാ ചന്ദനമഴയാ? മാറി നിന്ന് ഉറങ്ങട്ടാ. കാലേ അണ്ണൊന്നും തോന്നല്ലേ? ഈ കാലിനെന്നാ പറ്റിയതാ? കാലിനാ? എടാ ഒരു പന്തേ ഒന്ന് തൊഴിച്ചതാ വരുന്ന വഴിക്ക്. പന്തേ തട്ടുമ്പോ എങ്ങനെയാ കാലൊടിയുന്നാ? എടാ അതെ, എനിക്ക് കാഴ്ചക്കുറവ് വേണ്ടിയതുണ്ടേ. പന്തല്ലായിരുന്നു, ഷോർട്ട് പുട്ടായിരുന്നു. അയ്യോ അതാണോ? അയ്യോ അത് കുഴപ്പമില്ല അണ്ണാ. അണ്ണാ ഞാൻ ചോദിക്കണ്ടെന്ന് വിചാരിക്കല്ലേ അണ്ണാ. നീ ആരടാ? ഞാൻ ആരാണെന്നാ? അണ്ണാ ഞാൻ ഒരു പ്രോഗ്രാം കേട്ടിട്ട് വരുവാ. അപ്പൊ എനിക്ക് നാളെ രാവിലെ 5 മണിക്കേ ബസ് ഉള്ളൂ. അപ്പൊ അതൊരു എന്റെ അടുത്ത് സംസാരിക്കാവോ? നീ എന്താ ആർട്ടിസ്റ്റടാ? എവിടെ നിന്ന് വരുന്നു? അപ്പൊ ഞാന് ഒരു ന്യൂജൻ മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ എനിക്ക് എന്റെ പേരറിയാവോ? ഇല്ല. റിഷാദ് പറവൂർ എന്ന് പറയും. ആര് പറയും? ഞാൻ പറയും. നീ പറയും? ഞാൻ അങ്ങനെ പറയാറ്. എടാ എന്റെ അച്ഛനും ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നടാ. എന്താണ് എന്റെ അച്ഛൻ എന്തിയേ? അച്ഛനാ? അച്ഛൻ 50 വർഷം മുമ്പ് ഞങ്ങൾ ഇട്ടിട്ട് പോയടാ. 50 വർഷം മുമ്പോ? അപ്പൊ അണ്ണന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 45. 45. എടാ കണക്കൊന്നും കൂട്ടണ്ട, കഥ ഈ ചോദ്യം ഇല്ല. നിന്റെ അച്ഛൻ എന്താ ചെയ്യുന്നടാ? അച്ഛനാ? അച്ഛൻ ഇല്ലേ? അല്ല അച്ഛനുണ്ടെന്നാ. അങ്ങനെ അമ്മേനെ കളഞ്ഞിട്ട് പോയി 37 വർഷം മുമ്പെന്നാ. പാവം എന്റെ അമ്മയുണ്ടല്ലോ, ഒറ്റയ്ക്ക് വീട്ടു ജോലിക്ക് പോയിട്ട് എന്നെ വളർത്തിയേ. അത് എന്നെ നോക്കാൻ വേണ്ടിട്ട് ഒരു കല്യാണം പോലും കഴിച്ചിട്ടില്ല. 37 വർഷം മുമ്പ് ഇട്ടിട്ട് പോയി. നിനക്ക് വയസ്സ് 22. 22, 37. അല്ല എന്റെ കഥയിലും ചോദ്യമില്ല. അപ്പൊ നമ്മള് തുല്യ ദുഃഖിതരല്ലേ? നമ്മള് തുല്യ ദുഃഖിതരല്ല. നീ ഒരു കാര്യം ചെയ്യ്, ഒരു സിനിമാന്റെ സൗണ്ട് കേൾപ്പിക്കടാ. അയ്യ ഞാനിങ്ങനെ ആർട്ടിസ്റ്റ് ആയിട്ട് ഇങ്ങനെ പബ്ലിക് ആയിട്ട് ഇതിന് എന്തെങ്കിലും ഇറങ്ങാതെ എങ്ങനെയാ ഇറങ്ങണം? എടാ 2 ദോശയും തക്കാളിയും ഉണ്ട്, മതിയാ? തക്കാളി കറി മതിയാ? അതല്ല പിന്നെ എന്തെങ്കിലും അടിക്കാനാണ് സാധനം ഇല്ലാത്ത. ഇതെന്താ അതുകൊണ്ട് നമ്മുടെ അതുണ്ടോ? പിന്നെ ഇതൊക്കെ സ്റ്റോക്കല്ലേ? എന്നെ ഇത് സ്റ്റോക്കാ. ഒരിച്ചോണ്ണ മൊത്തം ഒരിച്ചു. ഞാൻ ആർട്ടിസ്റ്റ് ആണ്. ഞാൻ എന്തോടെ നല്ല കളർ കേട്ടാ, ഇളം മഞ്ഞ കളർ അല്ലേ? ഏത് ബ്രാൻഡ്? ഇത് എന്റെ സ്വന്തം ബ്രാൻഡ്. സ്വദേശിയാ? സ്വദേശ ബ്രാൻഡ്. ഇത്ര കൂടി നിന്ന് ഞാൻ എങ്ങനെ? നിന്റെ കാര്യം പോയാ? ആർട്ടിസ്റ്റാ. ഇമിറ്റേറ്റ് ചെയ്താ? എടാ പിന്നെ ഇതെന്താണ് ഇത്ര മധുരം? മധുരം അതെനിക്കൊന്ന് ഷുഗർ കൂടി പോയടാ. ഷുഗർ ഉണ്ടോ? എനിക്കാണെങ്കിൽ ഒന്ന് മൂത്രം ഒഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. എടാ എനിക്കും മൂത്രം ഒഴിക്കാൻ മുട്ടുന്നടാ, കുറെ നേരമായടാ. അണ്ണാ നിങ്ങൾ ഈ വയ്യാത്ത കാലം കൊണ്ട് എങ്ങനെയാ മൂത്രം ഒഴിക്കുന്നത്? എടാ ഞങ്ങളുടെ അവിടെ കാല് കൊണ്ടൊന്നുമില്ല മുള്ളെന്ന്, നിങ്ങളുടെ അവിടെയാന്ന് എനിക്ക് എങ്ങനെയാണ്? അല്ല അതല്ല, പിന്നെ കാല് വയ്യല്ലോ, അപ്പൊ അവിടം വരെ പോണ്ടേ അണ്ണാ? എങ്ങനെ പോവണ്ണാ? എടാ അതിനല്ലേടാ മണ്ട ഈ കുപ്പിക്കകത്ത് മുള്ളി വെക്കണേ. ഇതിനകത്താ? അപ്പൊ സ്വദേശിയാ?
അതല്ലേ പറഞ്ഞ സ്വദേശ ബ്രാൻഡാന്ന്. എന്തെണ്ണ ഞാൻ അടിച്ചപ്പോ പറയാ ഞാൻ. നീയല്ലേ പറഞ്ഞ അടിക്കണം, എന്നാലേ ഇപ്പൊ മിമിക്രി ചെയ്യിപ്പിക്കുള്ളൂ. അണ്ണാ ഞാൻ ഒരു കാര്യം പറയട്ടെ. പറ. ഇനി അണ്ണ ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ യൂറിൻ ടെസ്റ്റ് ചെയ്യണ്ട. എന്നാടാ? അണ്ണന് ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, BP ഉണ്ടെന്നാ. ഇത് എല്ലാവർക്കും ഉള്ളതല്ലേടാ? നല്ല ഉപ്പുണ്ട്. ഉപ്പ് അണ്ണന്റെ വീട്ടിലായിരിക്കും ഉണ്ട്. എന്റെ വീട്ടിലാ? എടാ എന്റെ വീട്ടിൽ എന്റെ ഭാര്യയും 15 മക്കളും ഉള്ളടാ. അത്രേ ഉള്ളോ? അത്രേ ഉള്ളടാ. 15? എടാ എനിക്ക് കുഞ്ഞിക്കാല് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്റെ ഭാര്യയുടെ ആദ്യത്തെ പ്രസവത്തിന്റെ സമയത്താണ് എനിക്ക് ഗൾഫിൽ ജോലി കിട്ടിപ്പോയത്. ഒന്നാമത് അങ്ങനെയായിരുന്നു ജോലി കിട്ടി, രണ്ടാമത് അങ്ങനെയായിരുന്നു ജോലി കിട്ടി, മൂന്നാമത് ജോലി കിട്ടി, പിന്നെ 15 തവണ എനിക്ക് ജോലി കിട്ടിപ്പോയി. എന്റെ അണ്ണൻ ജോലി റിസൈൻ ചെയ്തോ? ഇല്ലടാ, ഇപ്പൊ ഭാര്യ 10 മാസമായിട്ടുണ്ട്. ഇനിയും വിസ വരിയുടെ പോണം. മൊത്തം ഒരു വിസ ഭയം. അതെ, എല്ലാവരും ഇന്ത്യ. കൊള്ളാം. എന്തോ പറയാൻ വേണ്ടി വന്നല്ലേ, പറ. എടാ ഇനിയെങ്കിലും ഒരു സിനിമ നടന്റെ ഒരു ഒച്ച കേൾപ്പിക്കടാ. ഇതിപ്പോ എടാ അറിവ് കെട്ട മുണ്ടമേ. എന്റെ മൂത്രം കുടിച്ചിട്ട് എന്നെ വിളിക്കോ അറിവ് കെട്ട മുണ്ടമേന്ന്. ബാല ബാല. ഏത് ട്രൂപ്പിലെ ബാല? സിനിമ നടൻ ബാല. സിനിമ നടൻ ബാല. പറ. എടാ അറിവ് കെട്ട മുണ്ടമേ, ഞാൻ വളരെ ലാജിക്കലായിട്ട് പറയും. ഞാൻ എന്റെ തമിഴ്നാട്ടിൽ നിന്ന് വീരുമാറിനാണ് ഇവരെ വന്നത്. ചൂര് കാരണമാണ്. ഇപ്പൊ ഇവരെ വന്നപ്പോ ഇവരെ ചൂര്. എനിക്ക് ചൂര് സഹിക്കാൻ പറ്റുന്നില്ല. വൈ ആർ യു ഡിസ്റ്റർബിംഗ് മൈ പീസ്? ദിസ് ഈസ് റാങ്. ഒറിജിനല് ചെവിയും കണ്ണും മൂടിയ കറക്റ്റ് ബാല. സൂപ്പർ. കളിയാക്കിയതാണ് അല്ലടാ. അല്ലേ? എന്നെ ബൈജു കേട്ടു നോക്കേ. ബൈജു. എന്റെ ബൈജു ഉണ്ട്. ബൈജു കേൾപ്പിച്ചു തരാം. എത്ര നേരം നീ അവിടെ നിന്നപ്പോ നിനക്ക് തോന്നിയില്ലേ ഇതിലെ കൂടെ ബസ്സുകൾ പോകുന്നു? ഒരു മര്യാദ വേണ്ടേ? നീ വീട്ടിൽ പോകൂടാ. നീ പോവുക. എന്തൊരു ചൂടടേ ഇത്. എങ്ങനെയുണ്ടെന്നാ കൊള്ളോ? ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് ലാഗുണ്ട്, കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, റൊമാൻസ് ഉണ്ട്. അല്ല ഇത് എവിടെ കേട്ടിട്ടുണ്ടാ? കേട്ടിട്ടുണ്ടോ? വെല്ലുവിളികളാകാം, പക്ഷെ തന്നെക്കാൾ നാളഞ്ഞോണം കൂടുതലുണ്ടാകരുത്. കട്ടുമിനെ കിന്നാനം പൊട്ട് കുത്തുന്ന സമ്മാനം പൊട്ട് തെറ്റിയ പപ്പാത്തി. ഞാൻ കേട്ടിട്ടുണ്ടോ ഇത്? എവിടെ കേട്ടിട്ടുണ്ടല്ലേ? ഇരിക്കടാ. എടാ ഭയങ്കര ദാഹോടെ എന്തോ ചെയ്യും? ഭാസ്കര, പുള്ളിക്ക് എന്താന്ന് വെച്ചാൽ കൊടുക്ക. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ ചെലവ്. എല്ലാരും അടിച്ച് കേറി വാ. ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ? സായിപ്പുമാരും മദാമ്മമാരും ഒക്കെ അടിച്ച് കേറി വരട്ടെ. അല്ല സൂപ്പർ തെസ്ലീഖാൻ. റിയാസ് ഖാൻ എന്തായാലും കൊള്ളാടാ. എനിക്കുണ്ടല്ലോ അണ്ണാ, എനിക്കങ്ങ് ഭയങ്കരമായിട്ട് വിഷമം വരുവാ. കാരണം എന്താ വെച്ചാല് എല്ലാരും പറയാം ഞാൻ വള്ളിയാണെന്ന്. എടാ അത് ഗ്യാസിന്റെ അട ഇടയ്ക്ക് ഞാനും വിടും. അണ്ണ ഉദ്ദേശിച്ചല്ല, വള്ളി വള്ളി. ഓ വള്ളി. എന്നിട്ട് ഞാനുണ്ടല്ലോ, ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയത് ഒരു കടത്തുണ്ടായിരുന്നാ. അതിന് പകരമായിട്ടാണ് ഇന്ന് ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങാൻ വന്നേക്കുന്നേ. അതല്ല, എന്നിട്ട് ഞാൻ ഇന്നലെ എന്തിനോ ഞാൻ എടുത്ത് പോക്കറ്റ് ഇട്ടായിരുന്നു. പോക്കറ്റില്ല എന്നതാടാ? നോക്കട്ടെ. എന്തുവാടാ എടുത്തിട്ട? എന്തിനാടാ എടുത്തിരുന്നേ? പാമ്പ്. പേടിക്കണ്ട, വേദന പേടിക്കണ്ട, ഒന്നും ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞുതരാം. പറയാ കേക്കണ്ട. ഇവനുണ്ടല്ലോ, ഞാനിങ്ങനെ നോക്കിയപ്പോ ഞാനൊരു കടത്തിനെ കിടക്കുക. അപ്പൊ എന്റെ ഫ്രണ്ട് ഇവൻ അടിച്ച് പാമ്പായിട്ട് കിടക്കുക. അപ്പൊ ഞാനും പാമ്പ് ഇവനും പാമ്പ്. ഇവൻ എന്നെ കണ്ടിട്ട് ഈഗോ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് പോക്കറ്റ്. ഇടുത്തൊക്കെ പോയോടാ. പോ. സമാധാനമായ കറണ്ട് പോയി. കറണ്ട് KCB-നെ വിളിയടാ. അണ്ണ ഇടക്കിടക്ക് ഇരുന്നേക്കണ്ട, ഇരുന്നോ. വിളിക്കുവാ. നമ്പരുണ്ട്, നമ്പരുണ്ട്. നീ കഥ പറയട്ടെ, വിളിക്കടാ. KCB ആടാ. ഇവിടെ ചൂടാന്നാ പറഞ്ഞ, നീ അവരോട് ചൂടാവനല്ലടാ പറഞ്ഞേ. ചിക്കനാ? അല്ല ചിക്കൻ ഓർഡർ ചെയ്തില്ല. അല്ല ചിക്കന്റെ കാര്യം പറഞ്ഞില്ല. ചിക്കന്റെ കാര്യം KCB-നെ വിളിക്കാൻ പറഞ്ഞപ്പോ വിളിക്കണ KHC ചിക്കൻ കടയിലേക്കടാ. പൊട്ടനാണോടാ? എന്തുവാടാ ഒരു ശബ്ദം കേൾക്കുന്നേ? ഒരു സൗണ്ട് കേൾക്കുന്നടാ. അത് ബസ് സ്റ്റാൻഡിലാണ് കേക്കും. എടാ അല്ലടാ, ഈ പ്ലാസ്റ്ററിന്റെ ഇടയ്ക്കുന്നൊരു സൗണ്ട് കേൾക്കുന്നേ. അണ്ണൻ ഇങ്ങനെയൊക്കെ തോന്നുവാണ്. അത് നമ്മൾ കുറെ നേരം കെട്ടിവെക്കും. അണ്ണാ എന്നാടാ? അണ്ണന് പേടിയുണ്ടാ? അതെന്നാടാ? നമ്മളിപ്പോ ഒരു പാമ്പിനെ എടുത്ത് കളഞ്ഞില്ലേ? കളഞ്ഞ് അത് ചൂടായതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പൊ അതിനകത്ത് കയറി ഇരിക്കുക. ഇത് വളകൊഴപ്പം പാമ്പാന്നാ തോന്നുന്നേ. അതെന്താ? വളഞ്ഞു വളഞ്ഞു കയറുന്നടാ. ഞാൻ പറയട്ടെ, ഐഡിയ ഞാൻ പറയാം. പാമ്പേ, ഈ പാമ്പിന് പോണമെങ്കിൽ സുരേഷ് ചേട്ടൻ പറഞ്ഞാ പോകും. സുരേഷ് ചേട്ടൻ പറഞ്ഞാലേ പോകും. നിങ്ങള് എന്തിനാണ് എന്റെ കാലിന്റെ ഇവിടെ കയറി ഇരിക്കുന്നത്? ഇതൊക്കെ വലിയ തെറ്റല്ലേ? ദയവ് ചെയ്ത് പോണം.
സുരേഷ് ഗോപി അല്ല, പിന്നെ ആരടാ? ബാബാ സുരേഷ്. ബാബാ സുരേഷാ? പുള്ളി അമേരിക്ക അല്ലടാ? അല്ല എന്ത് കടിക്കോണ്ട അത്, കടിക്കോ അത്? ഇളകുന്നടാ. ഇല്ലേ, ഞാൻ പറഞ്ഞുതരാം. ഒറ്റ വരെയുള്ളൂ. എന്നാടാ? രാവിലെ 8 മണിയാകുമ്പോൾ ഇവിടുന്ന് ബസ്സുണ്ട്. ബസ് വരും. 8 മണിയുടെ ബസ്സിൽ കയറി നമുക്ക് 9 മണിക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഹോസ്പിറ്റലിൽ പോയിട്ട് 10 മണിക്ക് നമ്മൾ ഡോക്ടറിനെ കാണുന്നു. ഡോക്ടർ ഇങ്ങനെ ഈ ബാൻഡേജ് കീറും എന്നിട്ട് ഇങ്ങനെ അങ്ങ് തുറന്നിട്ട് ഇതിനകത്തുള്ള പാമ്പിനെടുത്താൻ കളയുവണ്ണ. രക്ഷപ്പെട്ടു. അപ്പൊ വീട്ടിൽ പോവാണെന്ന്. അപ്പൊ ഡോക്ടർ വന്നില്ലെങ്കിലാ? അവരതുപോലെ അങ്ങ് അടയ്ക്കുവണ്ണ. അടച്ചു വെച്ചിട്ട് അതുപോലെ അങ്ങ് തുന്നും. ഇതിനകത്ത് 2 പഞ്ഞി എടുക്കും, എന്നിട്ട് അതുപോലെ എന്റെ മുക്കിലോട്ട് വെക്കും, എന്നിട്ടാണ് ഞാൻ അങ്ങ് അടക്കും. പോകല്ലേ. നൈസായിട്ട് സ്കിറ്റും കണ്ടു. അതിന്റെ ഇടയിൽ കൂടെ തന്നെ നിങ്ങളുടെ പഴയ ആ കലാരൂപം അല്ലെ, മിമിക്രി എന്തൊക്കെയായിരുന്നു. ബാലചേട്ടനൊക്കെ ഞാൻ ഇങ്ങനെ കാത്തിരിക്കുവായിരുന്നു. അതൊക്കെ ഇങ്ങനെ മിന്നിമായി വരുമായിരുന്നു. കരച്ചില് പറയണ അവന്റെ അതിങ്ങനെ എനിക്കെടുക്കറിയാം. കൂർക്കമ്പലിയുണ്ട് ജീവിതത്തിൽ കാലിന് പ്ലാസ്റ്റർ ഇട്ട് ആസ്വദിക്കുന്ന ഒരുത്തനെ ആദ്യം. ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണ്? കഥയ്ക്ക് വേണ്ടി ചെയ്തതല്ലേ? ഇല്ല സ്കിറ്റിന് തൊട്ട് മുമ്പ് റിയൽ ആവാൻ വേണ്ടി താഴെ പോയി അടിച്ചോടിച്ചാ. ചോദിച്ചതാ. അമൃത പ്ലാസ്റ്റർ അങ്ങനെയല്ല, ചിലർക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കാൻ മേലെ. കാല് ഒറിജിനൽ പ്ലാസ്റ്റർ ഇട്ട് കാലൊടിച്ച് അഭിനയിക്കോ? അല്ലടാ, ഒടിഞ്ഞിരിക്കുമ്പോ കേൾക്കാണ്ട് നമുക്ക് സത്യസന്ധമായ അഭിപ്രായം ചേച്ചി പറയാം. നമ്മുടെ ഇവിടെ ഒരു വിലയില്ല. ചേച്ചി അല്ല, എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും മിമിക്രി ആർട്ടിസ്റ്റാണ്. രണ്ടുപേരും വരിക, ഇത്രയും വലിയൊരു വേദിയിൽ ഒരു കോമ്പറ്റീഷനിൽ അതിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ആൻഡ് വേറെ ഒരു സ്കിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഈസി തിങ്. ബിക്കോസ് മിമിക്രി എന്ന് പറഞ്ഞാൽ വേറെ ഒരു ജോണറാണ്. പക്ഷെ നല്ല കോൺഫിഡൻസ് ലെവൽ വേറെ ഉണ്ടായിരുന്നു. പിന്നെ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അവിടുന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് ബാറ്ററി ചാർജ് എത്രത്തോളം കയറി എന്നുള്ളത് നോക്കിയാലോ? തിരിഞ്ഞു നോക്കി. ശരിക്കും 1 ലക്ഷം കിട്ടിയ സന്തോഷമാണല്ലോ മുഖത്ത്. ഉറപ്പായിട്ടും. ഇതുപോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതെ, ഇതൊരു ദൃഷ്ടിക്ക്. അതെ, ഇല്ല, ഇതൊരു ടോക്കൺ അഡ്വാൻസ് പോലെ വരാനുള്ള റിഹേഴ്സലും കാര്യങ്ങളും ഒക്കെ. എന്തിനിപ്പോ ചിരിച്ചെന്തിനായിരുന്നു? അതേ കേട്ടേനാണോ ചിരിച്ചത്? ശരിക്കും എത്ര നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് വരുന്നതിന് മുമ്പ് എന്തോരം മനസ്സിലൊന്നും ഉണ്ടായിരുന്നു? എത്ര എക്സ്പെക്ട് ചെയ്തിരുന്നു? 5000, 8000? വീട്ടിൽ തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി കിട്ടിയാൽ മതി. അതാണ് എക്സ്പെക്ട് അടുത്തോട്ടം വരാനുള്ളത്. ഈ ധൈര്യം ചാൾസ് സോബരാജിൽ മാത്രം. ഓക്കെ ചേച്ചി, പൈസ. യെസ്. ആ കരച്ചിലൊന്ന് കേട്ടാൽ കുറച്ചുകൂടി വേഗം എത്തും കാശ്. എല്ലാരും കരയാൻ തുടങ്ങി. എന്താ വന്ന് ചേച്ചി, നമ്മുടെ നാട്ടുകൂട്ടം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇവര് നിസ്സാരക്കാരല്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസേഴ്സ് ആണ്, നമ്മുടെ സർപ്പ ടീമിന്റെ വോളണ്ടിയേഴ്സ് ഉണ്ട്. പക്ഷെ എന്റെ ചോദ്യങ്ങളും സംശയങ്ങളും തീരുന്നില്ല. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. റീസെന്റ് അല്ല, ഇപ്പൊ റോഹിത്തിന്റെ വീട്ടിലാണെങ്കിൽ ഒരു പറമ്പ് പോലത്തെ ഒരു സ്ഥലമാണ്, അത് വീടാ. അപ്പൊ അവിടെ അമ്മയാണെങ്കിൽ പാമ്പ് വരും എന്ന് വിചാരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ കായം, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ വെളുത്തുള്ളി എന്തോ വെള്ളത്തിൽ കുറെ നേരം ഇട്ടിട്ട് അതിന്റെ വെള്ളം ഒഴിച്ചാൽ മതി, മണ്ണെണ്ണ ഒഴിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ശരിക്കും അതൊരു പ്രിക്കോഷൻ അല്ലേ നമുക്ക് എടുക്കാൻ പറ്റുന്നത്? അതോ അതിൽ വാസ്തവം ഇല്ല എന്നാണോ? അതിൽ യാതൊരു വാസ്തവമില്ല. ദൈവമേ. പാമ്പുകള് മണ്ണെണ്ണ പാത്രങ്ങളിൽ നിന്നും വെളുത്തുള്ളി പാത്രങ്ങളിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്. എന്താ സയന്റിഫിക് സർ, എന്താ ഇതിന്റെ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രചരണം നടന്നത് പബ്ലിക്കിന്റെ ഇടയിൽ? ഇത് ഇത്രമാത്രം ഇത് വന്നെന്ന് വെച്ചാൽ 1-2 കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് ഒരു കടി കിട്ടിയപ്പോൾ അതൊരു ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ ഇതിനകത്തേക്ക് പോയി. ഇമോഷൻ വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ മീഡിയക്ക് അത് എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കാണ്. അത് പോപ്പപ്പ് ചെയ്ത് കയറി വന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ മണ്ണെണ്ണ ഒഴിച്ചു എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വെളുത്തുള്ളി ഒഴിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രദേശത്ത് ഇപ്പൊ നിങ്ങൾ മണ്ണെണ്ണ സ്പ്രേ ചെയ്തൊന്നും കാര്യമൊന്നുമില്ല. പക്ഷെ മണ്ണെണ്ണ പാമ്പിന്റെ മേത്ത് വീണ അത് പൊള്ളലൊക്കെ വെക്കും. അതല്ലാതെ ഒരു ചുറ്റുവട്ടത്ത് സ്പ്രേ ചെയ്തൊന്നോ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ തുളസിയോ അങ്ങനെയൊക്കെയുള്ള സ്പ്രേ ചെയ്തെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് യാതൊരു എഫക്റ്റും അതിനകത്ത് ഉണ്ടാക്കില്ല. കേരളത്തിൽ എന്തോരം വെളുത്തുള്ളി മണ്ണെണ്ണയും പാഴ എത്ര വീട്ടമ്മമാര്
അല്ല ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. അപ്പൊ ഇതൊരു റോങ് ഇൻഫർമേഷൻ ആണ്. പാമ്പ് എവിടെയാണെങ്കിലും വരും. ഈ വക കാര്യങ്ങൾ ഒഴിച്ചു എന്നോ അല്ലെങ്കിൽ ഈ പൊത്തിന്റെ അടുത്തോണ്ട് ഒഴിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. പക്ഷെ എന്താ ഞാൻ അതല്ല ആലോചിക്കും. ഞാൻ ഈ ചേച്ചീനെ കണ്ടപ്പോഴേ സീമ മാമിനെ കണ്ടപ്പോ എനിക്ക് ഇതൊന്നും അല്ല ഓർമ്മ വരുന്നത്. പഞ്ചഗുസ്തിന്റെ നാഷണൽ ചാമ്പ്യനാണ്. ആണോ? സീമ മാം. അപ്പൊ സീമ മാമിന് ഈ വെളുത്തുള്ളിയോ മണ്ണെണ്ണയോ ഒന്നല്ല 36 പാമ്പ് വരുമ്പോ ഇങ്ങനെ അല്ലേ? അല്ല ഞാൻ പറയട്ടെ, കൺഗ്രാറ്റുലേഷൻസ്. ഒന്ന് പിടിച്ചു നോക്കിയാലോ ഓക്കെ ചേച്ചി, ഞാൻ ചോദിച്ച ചോദ്യം മാറിപ്പോയി കേട്ടോ. ഈശ്വരാ, മാമേ നമ്മുടെ പിറകിൽ ഇരിക്കുമായിരുന്നു. ഇത്രയും ചളി ഞാൻ അടിച്ചത് ഞാൻ അറിഞ്ഞില്ല. ഒട്ട് തന്നിരുന്നീ തീർന്നേനെ. ഓങ്ങി ഒരെണ്ണം കൊടുത്തിരുന്നെങ്കിൽ 3 ദിവസം ഉറങ്ങായിരുന്നു നമുക്ക്. ചേച്ചി അപ്പൊ ശരിക്കും പറഞ്ഞാ ഏറ്റവും എളുപ്പം എന്നാന്നറിയോ? ഫ്ലാറ്റ് മേടിക്കുക, അവിടെ പോയി ജീവിക്കുക. അതാകുമ്പോ പാമ്പും അതാണ് കറക്റ്റ്. അല്ല, അതൊരു തെറ്റിദ്ധാരണയായ കാര്യമാണ്. കാരണം പല ആൾക്കാർക്കും ഒരു ധാരണ ഉണ്ട്, ഫ്ലാറ്റിൽ പാമ്പ് കയറൂല, അതുപോലെ തന്നെ ടൈലുമേ കൂടെ പാമ്പ് കഴിയില്ല എന്നൊക്കെ ഉള്ളൊരു ധാരണയുണ്ട്. പക്ഷെ നമ്മൾ റെസ്ക്യൂ ചെയ്യുമ്പോ 7ാം നിലയുള്ള ഫ്ലാറ്റിൽ നിന്ന് വരെ പാമ്പിനെ പിടിച്ചിട്ടുണ്ട്. അതായത് 2-3 തരത്തില് ഫ്ലാറ്റിൽ പാമ്പ് വരാം. ഒന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ പരുന്ത് കൊണ്ടിടും, അങ്ങനെ വരാം. വേറൊരു കേസ് എന്ന് വെച്ചാല് നമ്മ ലഗേജ് ഫ്ലാറ്റില് നമ്മ ലഗേജ് ആയിട്ട് പച്ചക്കറികൾ വാങ്ങിച്ച് അതുപോലെ തന്നെ നമ്മൾ ലഗേജ് ഒക്കെ ഫ്ലാറ്റിൽ കൊണ്ടുവരും, അതിലൂടെ കയറാം. അപ്പം നമ്മുടെ അശ്രദ്ധ മൂലം വരുന്നതാണത്. പച്ചക്കറി കിറ്റിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ വാഴക്കൊലയുടെ ഉള്ളിലുണ്ടാവാം. പിന്നെ ഒരു 3ാമത്തെ ഒരു കേസ് എന്ന് വെച്ചാൽ അണ്ണാനുണ്ടല്ലോ, തെങ്ങും അണ്ണാൻ്റെ കൂടെ ഉണ്ടാവും. ഇത് പിടിക്കാനായിട്ട് പാമ്പ് തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് ആ വഴിയും ഫ്ലാറ്റിൽ പാമ്പ് വരാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ കേറത്തില്ലല്ലോ, ഇങ്ങനെ ചുമരിൽ ഇങ്ങനെ കേറില്ലല്ലോ ഹൈറ്റിലേക്ക്. ചുവർപ്പാമ്പ് കയറും. അതുകൊണ്ടോ? ചുമരുമ്പോ ഇങ്ങനെ സ്പൈഡർമാന്റെ പോലെ കയറാൻ പറ്റില്ല. ഓക്കെ, എന്തെങ്കിലും കോർണർ വൈസ് ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഗ്രിപ്പുള്ള ഭാഗമാണെങ്കിൽ ഇൻ കേസ് കോർണറിൽ നമ്മള് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കാലോ, അതുപോലെ വേണമെങ്കിൽ ചുമർപ്പാമ്പ് പോലത്തെ പാമ്പുകൾ വേണമെങ്കിൽ കയറിപ്പോ പൈപ്പുള്ളിൽ കയറി പോവാറുണ്ട്. പാമ്പ് സ്റ്റെപ്പ് എഴിഞ്ഞു കയറുവോ? സ്റ്റെപ്പ് കയറിപ്പോവും. ഉദാഹരണം പറയുകയാണെങ്കിൽ പാമ്പിന് നമുക്കിപ്പോ ഒരു പാതി കൈ എത്തിച്ച് പിടിച്ചിട്ട് നമുക്ക് ഹാങ് ചെയ്ത് കയറാൻ പറ്റും. അതുപോലെ തന്നെ പാമ്പിന്റെ തലഭാഗം മുകളിലേക്ക് എത്തിച്ച് പിടിച്ചു കഴിഞ്ഞാൽ പതുക്കെ റോൾ ചെയ്ത് പാമ്പിന് മുകളിലേക്ക് കയറി പോകാൻ പറ്റും. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, പാമ്പിന് കേറാൻ പറ്റാത്ത സ്ഥലമുണ്ടോ? നമുക്ക് അങ്ങനെ പാമ്പ് കോമൺ ആയിട്ട് അത്യാവശ്യം എല്ലായിടത്തേക്കും വരാറുണ്ട്. എവിടെയും എസിന്റെ അകത്തുനിന്ന് വരെ കിട്ടിയില്ലേ അല്ലേ? എസിന്റെ അകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോ പറഞ്ഞല്ലോ ഈ മണ്ണെണ്ണ പെട്രോൾ എന്ന് പറഞ്ഞ പോലെ കാറിന്റെ ഉള്ളിൽ നിന്നും ബൈക്കിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് റെസ്ക്യൂ ചെയ്യാറുള്ള ഉപേക്ഷിക്കുകയാണ് ഇന്ന് എല്ലാം. ഒന്നും വേണ്ട, നമുക്ക് സമാധാനം മാത്രം. എല്ലാ പാമ്പുകളെയും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതൊട്ട് നമുക്ക് അറിയത്തൂല്ല. അതാണ് പ്രശ്നം. നമ്മളപ്പോ സർപ്പാട്ടി ചേരേണ്ടി വരും ഏതൊക്കെയാണ് കടിക്കുന്ന പാമ്പ്, ഏതൊക്കെയാണ് കടിക്കാത്ത പാമ്പ് എന്നുള്ളത്. അതിന് ബെറ്റർ ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്നേക് പീഡിയ എന്നൊരു ആപ്പ് ഉണ്ട്. സ്നേക് പീഡിയ, സർപ്പ എന്ന് പറഞ്ഞ ആപ്പ് പോലെ തന്നെ സ്നേക് പീഡിയ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A to Z പാമ്പുകളുടെ ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ട്. വെനമസ് ഉണ്ട്, നോൺ വെനമസ് ഉണ്ട്. പിന്നെ പോരാത്തതിന് പാമ്പുകളിലെ സെയിം ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്യണ കുറേ പാമ്പുകളുണ്ട്. ഇപ്പോൾ വെള്ളിക്കട്ടൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ അണലി ആയിക്കോട്ടെ, ആ പാമ്പിൻ്റെക്കും സെയിം പാറ്റേണുള്ള അപരന്മാർ കുറേ ഉണ്ട്. അതിനടക്കം നമുക്ക് കമ്പാരിസനുള്ള ഡീറ്റെയിൽസുകളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. പാമ്പുകളുടെ സ്വഭാവങ്ങളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്, കളറുകളെ കുറിച്ച് A to Z കാര്യങ്ങൾ എല്ലാ പാമ്പുകളെ കുറിച്ചും ഈ സ്നേക് പീഡിയ എന്ന് പറഞ്ഞ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സ്നേക് പീഡിയ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അത് ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ആപ്പാണ്. അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ലാസ്റ്റ് ടൈം സർപ്പ ടീം വന്നപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേസ്, ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മൾ പാമ്പ് നിസ്സാരക്കാരനല്ല. പണ്ടാ പാട്ട് പാടിയത് ഏതാടാ? പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, നമുക്ക് സമാധാനമായിട്ട് തലയക്കാൻ മണ്ണിലിടമില്ല. ഈ പോയിന്റ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇനി അടിമുടി എല്ലാ കാര്യവും ശ്രദ്ധിക്കണം. പ്രേക്ഷകരെ നിങ്ങളും ഇത് നമ്മൾ നിസ്സാരമായിട്ട് ഇങ്ങനെ പറഞ്ഞ് തമാശ കളിച്ചെങ്കിലും ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പാമ്പുകൾ അത്ര നിസ്സാരക്കാരല്ല. നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റും. പാമ്പുകൾ എങ്ങനെ അവരെ സൂക്ഷിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ സൂക്ഷിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാവേ, ഇപ്പം നമ്മൾ ഇവരുടെ സർവീസിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. സർപ്പ എന്ന് പറയുന്ന ടീമിനെ പറ്റി അറിയാം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ടീമാർ സംസാരിച്ച് നമുക്ക് മനസ്സിലായി. ഇതിന്ന് ഒരു കാര്യം കൂടെ പറയാം, ഇവരെല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, നമ്മൾ ഒരു പാമ്പ് കടി ഏൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാമ്പിനെ കാണുമ്പോൾ പാനിക് ആവാണ്ട്
ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് നിങ്ങൾ നോക്കേണ്ടത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിത് ഇപ്പം തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്തെങ്കിലും ഒരു എമർജൻസിയിൽ, എന്തെങ്കിലും എന്നല്ല, ഇപ്പോൾ എല്ലാവർക്കും ഒരു സിറ്റുവേഷൻ എമർജൻസിയാണ് ഈ പാമ്പുകളുടെ ഒരു ശല്യം എന്ന് നമുക്ക് പറയാം. അപ്പം അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഡിഫിക്കൽറ്റി വരികയാണ്, ആരെ വിളിക്കണം, എങ്ങനെ വിളിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക. ഇവർ റെഡി ആയിട്ട് ആ ടീം നിങ്ങളുടെ അടുത്തേക്ക് ഉണ്ടാവും. ഓക്കെ, വിത്ത് ദിസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചേച്ചി നമുക്ക് എന്തായാലും കോമഡി മാസ്റ്റേഴ്സിൽ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ആർക്ക് കൊടുക്കണം? ഇത്രേ നല്ല എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയ സർവീസസും തരുന്ന ഒരു ആൾക്കാർക്ക് അല്ലാതെ വേറെ നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല. സോ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആൻഡ് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ഗോസ് ടു നമ്മുടെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സർപ്പ ടീമിനെയാണ് കൊടുക്കാൻ പോകുന്നത്. സോ താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. യെസ് ചേച്ചി, ക്യൂട്ടി ദ ഹാൻഡ് വാഷ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. വില്ലി വൈറ്റ് നൽകുന്ന മറ്റൊരു ഗിഫ്റ്റ് ഹാമ്പർ. താങ്ക് യു സോ മച്ച്. സംഭവം നമ്മൾ തുടങ്ങിയപ്പോൾ ഈ പാമ്പിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചൊന്ന് പേടിച്ചെങ്കിലും രസകരമായ രീതിയിലായിരുന്നു നിങ്ങൾ ഓരോ തവണയും ഞങ്ങൾക്ക് ഉത്തരം തന്നത്. അപ്പം ഇനിയും നിങ്ങളുടെ ടീമിലുള്ള എല്ലാവരോടും ഞങ്ങൾ അന്വേഷണം പറയാം. നിങ്ങൾ ഇനിയും വരണം, ഞങ്ങളോടൊപ്പം എൻജോയ് ചെയ്യണം. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ, ഗുഡ് നൈറ്റ്.